3 വ്യക്തി പ്രാർത്ഥിക്കാം: വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവിൽ. എന്താ വാക്കുകൊണ്ട്? ചോദിക്കുവിൻ ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനയിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണിത്. പള്ളി ചെന്ന ചുമ്മാ ചെറുപറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഈശോയെ കേൾക്കാൻ സമയമേ ഇല്ല, അങ്ങോട്ട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ദൈവത്തിന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് പള്ളി വരുന്നത്. ദൈവമേ, കൊച്ചു 10ല, മാർച്ചിൽ പരീക്ഷ, ഓർത്തോണം കേട്ടോ. പെരപണി നടക്കുന്നുണ്ട്, മറക്കല്ല കേട്ടോ. വൈദ്യുതി കൊളുത്തിപ്പെടുത്തുണ്ട്, കുഴപ്പം വരുത്തില്ല കേട്ടോ. ലോൺ പാസ്സാകാനുണ്ട്, ഓർത്തോണം കേട്ടോ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുക, അത് പ്രാർത്ഥനയായിട്ട് കരുതുക. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണിത്. ഈ അറിയിപ്പ് പറഞ്ഞു കഴിയുമ്പോഴോ ബോറായി. പിന്നെ കരയുന്ന കൊച്ച്, കുരയ്ക്കുന്ന പട്ടി, നിരങ്ങുന്ന കസേര, കറങ്ങുന്ന ഫാന് നോക്കി ഒറ്റയിരുപ്പ. പറയാനുള്ളത് പറഞ്ഞു, അതോടെ തീർന്നു. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. ഈശോയെ കേൾക്കാൻ പറ്റിയല്ല, ചുമ്മാ പറയാനേ ഉള്ളൂ. എങ്കിലും ആ പ്രാർത്ഥനയും ദൈവം കേൾക്കും. കട്ടപ്പനയിൽ കുറേ നാൾ മുമ്പ് 18 വയസ്സുള്ള യുവാവ് കർത്താവിനോട് പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവേ, എനിക്ക് 21 വയസ്സാകുന്ന അന്ന് നീ എനിക്ക് 3 സമ്മാനങ്ങൾ തരണം. ദൈവം ചോദിച്ചാൽ എന്തെല്ലാമാ? 1, സ്വന്തമായി ഒരു മുഴുത്ത വണ്ടി. 2, കൈ നിറയെ പിടിക്കാൻ കാശ്. 3, ബോധമുള്ളവരൊക്കെ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങൾ. അങ്ങനെ 3 ആഗ്രഹം: മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ. ദൈവം ഓർത്തു, മുറ്റു പ്രാർത്ഥന എന്നാലും പ്രാർത്ഥിച്ചതല്ലേ, ദൈവം കേട്ടു. അവൻ 21 വയസ്സായെന്ന് തമ്പുരാൻ അവനെ കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. അപ്പോൾ ദൈവം കേൾക്കും. ചോദിക്കുവിൻ ലഭിക്കും. 2, അന്വേഷിക്കുവിൻ കണ്ടെത്തും. അത് മനസ്സിലെ പ്രാർത്ഥനയാണ്. പകുതി സമയം കർത്താവിനോട് പറയും, പകുതി സമയം കർത്താവിന് കേൾക്കും. ചായക്കടയിൽ പോകുന്ന പോലെ ഓടി പള്ളിയിൽ കയറുന്ന, കുർബാനയും കഴിഞ്ഞ് ചായക്കടയിൽ നിന്ന് പോകുന്ന പോലെ കെറിയും തുടച്ചിറങ്ങി പോകുന്നത് യഥാർത്ഥ പ്രാർത്ഥനയല്ല. കുർബാനയ്ക്ക് മുമ്പ് 2 മിനിറ്റെങ്കിലും പള്ളി വന്നിരിക്കണം. കുർബാന കഴിഞ്ഞും ഒരു 2 മിനിറ്റ് നന്ദി പറഞ്ഞു പോകണം. മറ്റേ തട്ടുകട കുർബാന പോലെ വരിക, കഴിക്കുക, ഓടുക, അതിനകത്ത് അർത്ഥമില്ല. കുറേ സമയം ഈശോയോട് പറയണം, കുറേ സമയം ഈശോയെ കേൾക്കണം. അതാണ് വളർച്ച. പറയാൻ പകുതി സമയം, കേൾക്കാൻ പകുതി സമയം. ഇനി 3, ആത്മാവിലെ പ്രാർത്ഥന. പറയാനൊന്നുമില്ല, കേൾക്കാനേ ഉള്ളൂ. ഞാൻ ചുമ്മാ സക്രാരിയെ നോക്കിയിരിക്കും, ഈശോ എന്നെ നോക്കിയിരിക്കും. ഞാൻ വെറുതെ കുരിശിരൂപത്തെ നോക്കിയിരിക്കും, കർത്താവ് എന്നെ നോക്കിയിരിക്കും. അത് പ്രാർത്ഥനയുടെ 3ാമത്തെ സ്റ്റേജ്. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, 3ാമത്തെ സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ ധ്യാനത്തിന് പോകും. 3ാമത്തെ സ്റ്റേജിൽ ധ്യാനത്തിന് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. നമ്മളങ്ങനെ വളരണം. ഓരോ വാർഷിക ധ്യാനവും ദൈവം അങ്ങനെ വളർത്തുന്ന അവസരമാണ്. വാർഷിക ധ്യാനം എന്ന് പറയുന്നത് ദൈവം വർത്താനം പറയുന്ന ദിവസങ്ങളാണ്. ദൈവം വർത്താനം പറയുന്ന ദിവസങ്ങളാണ്. ദൈവം 3 സന്ധികളിൽ വിളിച്ചിരുത്തി, മക്കളെ, ഇതാണ് പ്രാർത്ഥന, ഇതാണ് സഭ, ഇതാണ് പാപം, ഇതാണ് ദൈവസ്നേഹം, കുറേ കാര്യം അങ്ങോട്ട് പറയുക. പറയുമ്പം നമ്മുടെ മറുപടി അതിനനുസരിച്ച് എന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ 2 കാലങ്ങളുണ്ട്. 1 കുട്ടിക്കാലം, 2 പക്വതയുടെ കാലം. കുട്ടിക്കാലത്ത് ഞാൻ അമ്മയുടെ അപ്പൻ്റെ കയ്യെ തൂങ്ങി പെരുന്നാളിന് പോയി. ഞാൻ പറഞ്ഞ, അമ്മേ, ഉഴുന്നാട് മേടിച്ചതാ, ഊത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിശരി മേടിച്ചതാ, ആപ്പിൾ മേടിച്ചതാ, ഓറഞ്ച് മേടിച്ചതാ, മുന്തിരി മേടിച്ചതാ. അമ്മ അപ്പൻ മേടിച്ചു തരും. ഈ കുട്ടി പഠിച്ചു വളർന്നു, ജോലി കിട്ടി. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പം ഈ കുട്ടി അമ്മയോടും അപ്പനോടും ചോദിക്കുക, അമ്മയ്ക്ക് എന്നാ മേടിച്ച് തരണം? അമ്മയുടെ കണ്ണ് നിറയും. ഇതും മേടിച്ചതാ, അതും മേടിച്ചതാ എന്ന് പറഞ്ഞ കുട്ടി അമ്മയ്ക്ക് എന്നാ മേടിച്ച് തരണം, അപ്പൻ എന്നാ മേടിച്ച് തരണം, അമ്മയുടെ കണ്ണ് നിറയും, അപ്പൻ്റെ കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം. ദൈവമേ, വീടുതാ, കെട്ടിയവനെതാ, ഭാര്യതാ, മക്കളെതാ, ശമ്പളം താ, വണ്ടി താ, ആരോഗ്യം താ, ഇങ്ങനെ പ്രാർത്ഥിച്ചു. വളർന്നു വരുമ്പോൾ, പ്രാർത്ഥനയിൽ വളരുമ്പോൾ ഒരു ചോദ്യം: ദൈവമേ, നിൻ്റെ തിരുമനസ് നിറവേറ്റാൻ ഞാൻ എന്നാ ചെയ്യണം? ഇതാണ് ആത്മീയതയുടെ വളർച്ചയെന്ന് പറയുക. ഞാൻ പലപ്പോഴും നമ്മുടെ കർത്താവിനെ കുറിച്ച് ഓർക്കും. ആരിലെല്ലാം പ്രാർത്ഥന ഒരേ സമയം കേട്ടാല. നമ്മൾ ഹൈറേഞ്ചുകാർ പ്രാർത്ഥിക്കും, യേശോയെ മട തരണേ, മട തരണേ.
ഇടുക്കി ഡാമിൽ വെള്ളം തരണേ, ഏലം കരിക്കരുത്, കാപ്പി വാട്ടരുത്, കപ്പ ഉണക്കരുത്, മഴ തരണേ, മഴ തരണേ. ഇതേ സമയം കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുത്, മഴയരുത്, വീട് വെള്ളത്തിൽ മുക്കരുത്. രണ്ടു കൂട്ടരെയും കർത്താവ് കേൾക്കണം. കപ്പ ഇടുന്നോം പ്രാർത്ഥിക്കും, മഴ തരണേ. അതേസമയം കപ്പ വാട്ടുന്നോം പ്രാർത്ഥിക്കും, മഴയരുത്. കർത്താവ് എല്ലാവരെയും കേൾക്കണം. ആരെപ്പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പോലെയാണ് കർത്താവ്. അവൻ കണ്ണടക്കിയാൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ത്യക്കാർ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കക്കാർ നല്ല ഉറക്കം. നമ്മൾ ഉറങ്ങുമ്പോൾ അമേരിക്കക്കാർ എന്നിട്ടും അവർ പറയാൻ തുടങ്ങും. ഓരോ നിമിഷവും കർത്താവ് ലോകത്തെ കേട്ടുകൊണ്ടിരിക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസർ. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അടിയന്തര ഓപ്പറേഷൻ, 3 മണിക്കൂർ എടുക്കും. അവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ എൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ എനിക്ക് അപകടം വരാതിരിക്കാൻ, ബോധം തെളിയുമ്പോൾ ധൈര്യം കിട്ടാനും മനക്കെട്ട് കിട്ടാനും അപ്പൻ തിയേറ്ററിന് പുറത്തിരുന്ന് കൈവിരിച്ച് കരുണക്കൊന്തയിലേക്കാണ്. ഓപ്പറേഷൻ ആരംഭിച്ചു. അപ്പം കരുണക്കൊന്തയെല്ലാം തുടങ്ങി. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരു ചേട്ടനും അപ്പുറത്തിരുന്ന് കരുണക്കൊന്തയില്ലുന്നു. ഇയാളോട് ചോദിച്ചു, എന്തിനായി കരുണക്കൊന്തയില്ലത്? ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷനാണ്, അപകടം വരാതിരിക്കാനും ബോധം തെളിയുമ്പോൾ ധൈര്യം കിട്ടാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ കരുണക്കൊന്ത ചെല്ലുക. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ കരുണക്കൊന്ത ചെല്ലുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വിറയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം എല്ലാവരെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, രോഗിയെയും കേൾക്കണം. എന്നെ ആൾക്കാർ 4 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരപണി പൂർത്തിയാകുമെന്ന് ഏതോ ഒരു ചേട്ടൻ ആരോടോ പറഞ്ഞു. അത് യൂദയ സമറിയ മൊത്തം പടർന്നു. ഒരു ദിവസം നിർബന്ധം കൊണ്ട് 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല. ആൾക്കാർ കാറേ കല്ല് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു വിടും. 2, വിൽക്കാതെ കിടക്കുന്ന സ്ഥലം, വെള്ളം, എണ്ണ, ഉപ്പ് ഓതി കൊടുത്താൽ കച്ചവടം നടക്കുന്നു ആൾക്കാർ പറയുന്നു. 3, കല്യാണം കഴിഞ്ഞിട്ട് നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർ കുർബാനയും ആരാധനയും കഴിഞ്ഞ് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ദൈവം മക്കളെ കൊടുക്കുന്നു. അങ്ങനെ 18ഓളം കുഞ്ഞുങ്ങളെ ഞാൻ മാമോദിസം മുക്കിയിട്ടുണ്ട്. 4ാമത് ഒരു പ്രാർത്ഥനയുണ്ട്. ഈയിടെ ഞാൻ നിർത്തി വച്ചിരിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പം വല്ലാത്തൊരു പേടി. എന്താണ് ആ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, പ്രായമുള്ള കാരണവന്മാർ മരിക്കാൻ കിടക്കുന്നു. മരിച്ചേക്കാവുന്ന അവർക്കും പൊക്കോട്ടിരുന്ന മക്കൾക്കും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പ്. ഒന്നെങ്കിൽ കുഴി പോവും, അല്ലെ പൊങ്ങിപ്പോരും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചൊരു പോക്കില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് 20ഓളം അപ്പന്മാരെയും അമ്മമാരെയും ഞാൻ തന്നെ മരിപ്പിച്ചിട്ടുണ്ട്, സ്വസ്ഥമായിട്ട് അടക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈയിടെ ഒറ്റയ്ക്കിരിക്കുമ്പം ഒരു ചിന്ത, ഞാനെങ്ങാനും മരിച്ചു ചെല്ലുമ്പോൾ ഈ കക്ഷികൾ എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലോ? ഒരു ചെറിയ ഓർമ്മ. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ പുറമൊക്കെ പൊട്ടി ക്ഷീണിച്ച് കിടക്കുക, മടുത്തു. 2 വർഷം അവർ നോക്കി. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, പുത്തമ്പരക്കേശൻ കൂട്ടുകാരനല്ലേ, വിളിപ്പിച്ച് അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചാലോ? ഞാനവിടെ ചെന്നു. അപ്പനിൽ മരണത്തിൻ്റെ അടയാളമുണ്ട്, വലിവ് കാണാം. അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മ നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം പറയാൻ വേണ്ടി വാ പൊളിക്കും. ഇവൻ്റെ ഭാര്യയെ അമ്മയെക്കൊണ്ടും മടുത്തിരിക്കുക. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, കൂടിയാൽ 3 ആഴ്ച നീ വീട് വിട്ട് പോയേക്കല്ല, ഇവിടെ തന്നെ വേണം. അമ്മ വെച്ചാൽ ഞാൻ പോവുകയല്ല. ഞാൻ ചായ കൂടി കഴിഞ്ഞ് കാറെ കയറാൻ തുടങ്ങുമ്പോൾ ഇവൻ്റെ ഭാര്യ വന്ന് എൻ്റെ കയറെ പിടിച്ച ഒറ്റ വലി. എന്നാടി ചോദിച്ചു. പറ്റുമെങ്കിൽ അച്ഛൻ്റെ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോകോളാവോ, കാരണം മടുത്തു. ചോദിക്കുവിൻ ലഭിക്കും. അപ്പം പ്രാർത്ഥനയിൽ ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്നു എന്ന ചിന്ത തിരുവചനം നമുക്ക് തരികയാണ്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ മാറ്റം, എന്തെല്ലാം സംഭവിക്കും? ലൂക്ക 22, 39 മുതൽ 46 വരെ വാക്യങ്ങൾ. ലൂക്ക 22, 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു? ഇസ്രയേലിൻ്റെ ഭൂപടത്തിൽ ഒലിവുമല ഇങ്ങേക്കര, സിയോൻ മാളിക അങ്ങേക്കര. ഒലിവുമലയുടെ നേരെ ലെവലിൽ അപ്പുറത്തെ മലയാണ് സിയോൻ മാളിക. സിയോൻ മാളികയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവിടുന്ന് ഒരു 500 മീറ്റർ താഴത്തേക്ക് ഇറങ്ങിയാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കെദ്രോൻ താഴ്വര. കെദ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. അവിടുന്ന്
ഒരു 100 സ്റ്റെപ്പ് വെച്ചാൽ ഒരു ഒലിവിൻ്റെ തോട്ടത്തിലെത്തും. ആ തോട്ടത്തിൻ്റെ പേരാണ് ഗത്സമേൻ. ഗത്സമേൻ എന്ന അറമായ വാക്കിൻ്റെ അർത്ഥം ഒലിവ് ആട്ടുന്ന ചക്കമുള്ള സ്ഥലം. ടാക്സി സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, ഏലത്തോട്ടം എന്ന് പറയുന്ന പോലെ നാടൻ വാക്ക് ഗത്സമേൻ, ഒലിവാട്ടുന്ന ചക്കമുള്ള സ്ഥലം. ഇന്നും അവിടെ ചെന്നാൽ ഒരു ഒലിവിൻ്റെ കുറ്റി കാണാം. 2400 വർഷം പഴക്കമുള്ള ഒലിവിൻ്റെ കുറ്റി. പുരാവസ്തു വകുപ്പ് പറയുന്നു 2400 വർഷം പഴക്കമുണ്ട് ഈ കുറ്റിക്ക്. എന്ന് പറഞ്ഞാൽ യേശു രക്തം വീർത്തപ്പോൾ സാക്ഷ്യം വഹിച്ച ഒലിവിൻ്റെ കുറ്റി ഇന്നും കാണാം. അത്രയും പഴക്കമുള്ള പുരാതനമായ ഒലിവിൻ്റെ കുറ്റി. അവിടെ ഈശോ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗത്സമേനിൽ വരുന്നതിന് മുമ്പ് ഈശോ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? ശിഷ്യന്മാരെ ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തി. ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും എല്ലാവരോടും ചറവറാന്ന് വർത്തമാനം പറയുന്നവർ പ്രാർത്ഥനയിൽ വട്ടപൂജ്യമാണ്. എപ്പോഴും അയഞ്ഞ വർത്താനവും അളിഞ്ഞ വർത്താനവും പിള്ളകളിയായിട്ട് നടക്കുന്നവർ ദൈവത്തിൽ നിന്നും അകലെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഗൗരവമുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ശാന്തമായിട്ടിരിക്കണം. ഹാഗാർ ഇസ്മയേലിനെയും കൊണ്ട് മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ വല്ലാതെ ദാഹിച്ചു. അമ്മയായ ഹാഗാർ മകനായ ഇസ്മയേലിനെ ഒരു മരിച്ചെടിയുടെ ചുവട്ടിൽ കിടത്തിയിട്ട് ഒരു അമ്പെയ്ത് ദൂരം പോയി പ്രാർത്ഥിച്ചു. ഒരമ്പെയ്താൽ എത്ര ദൂരം പോവുമോ അത്രയും ദൂരം പോയി പ്രാർത്ഥിച്ചു. ഈശോ മാമോദീസ കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പോയി. ഇവിടെ ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങൾക്കൊരു സംശയം, ജോസഫച്ച ഒരു കല്ലേറെന്ന് വെച്ചാൽ എന്തായാലും ദൂരമാണ്. മറുപടി ഒന്നേ ഉള്ളൂ, എറിയുന്നവൻ്റെ ഊര് പോലെയാണ് ദൂരം. 10 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 20 മീറ്റർ, 5 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 10 മീറ്റർ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അകറ്റുന്നത്, അത് ഭർത്താവാണേലും അത് ഭാര്യയാണേലും അത് മക്കളാണേലും പിശാചാണ്. പിശാചാണ്. ഒരു ഭർത്താവ് പള്ളിയുടെ കർമ്മങ്ങളിലും ശരിക്കും പങ്കെടുക്കുമ്പോൾ എന്തിനാ മനുഷ്യ മറ്റുള്ളവരെ പോലെ മിനിമം പോരെ എന്ന് ഭാര്യ പറഞ്ഞാൽ അവൾ പിശാചാണ്. പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്ക് പോകാനും അനുവദിക്കാതെ എപ്പോഴും വിലക്കുന്ന കെട്ടിയവൻ സാത്താനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങൾക്ക് പഠിത്തമുണ്ട്, അമ്മ പള്ളിയിൽ പോലെയാണെന്ന് പറഞ്ഞാൽ അത് മക്കളല്ല, പിശാചാണ്. കാരണം അന്തിമ വിധി ദിവസത്തിൽ ഒരു കെട്ടിയവനും ഒരു മെമ്പർ നോക്കിയും ഒരു മക്കളും ദൈവത്തിന് മുമ്പിൽ പകരക്കാരില്ല. ദൈവത്തിൽ നിങ്ങളെ അകറ്റുന്നവരെ നിങ്ങൾ അകറ്റി നിർത്തണം. ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് പരമാവധി അടുക്കണം. അതാണ് 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പോൾ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നവരോട് അടുക്കണം. ഇനിയാണ് ബാക്കി ചിന്തകൾ. 1, നാളെ നിനക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു കാൽവരിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. ഒന്നാമത്തെ ചിന്ത ഏതാ? നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. എൻ്റെ ഭർത്താവിന് സ്ട്രോക്കിൻ്റെ ആരംഭമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സൂചനയാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു രോഗം, ഒരു പരീക്ഷ, ഇൻ്റർവ്യൂ, പ്രാർത്ഥിക്കുന്ന അമ്മ അപ്പൻ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥനയെ വേർപ്പിക്കും. നാളെ കുരിശിലെ, നാളെ കാൽവരിയിലെ 2ാം ഭാഗം പ്രാർത്ഥനയെ ഉറക്കത്തിലേക്കും മയക്കത്തിലേക്കും നയിക്കും. യേശു രക്തം വീർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുറയുന്നൊരു ശബ്ദം തടിലോറി പശ്കേരി കയറ്റം കയറുന്ന പോലെ ഒരരപ്പ്. നോക്കുമ്പം ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. കാരണം പത്രോസിന് നാളെ കുരിശില്ല, നാളെ കാൽവരിയില്ല. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയാൽ അതിൻ്റെ അർത്ഥം മാറാൻ കുരിശില്ല, കയറാൻ കാൽവരിയില്ല. അല്ല, അറിയാതെ വേർത്തു പോവും. അച്ഛന്മാർക്ക് പോലും അറിയാം പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. ഒരമ്മച്ചി രാത്രി 9:30 പ്രായമുള്ള വികാരിയച്ഛനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛ ഗുളിക എടുത്തിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, ആൻറ്റി കൊന്ത ചൊല്ലിക്കൊണ്ട് കിടന്നാൽ മതി, തുടങ്ങുമ്പോഴേ ഉറക്കം വന്നോളും. കാരണം അച്ഛന് പോലും അനുഭവത്തിൽ ഉറപ്പാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരും. ചില ആൾക്കാർക്ക് ഉറങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ പ്രാർത്ഥന, അല്ലെ പ്രായമുള്ള വികാരിച്ചന്മാരുടെ
ഞായറാഴ്ച പ്രസംഗം അല്ലെങ്കിൽ ചില ധ്യാനം. ആ സമയത്താണ് ഉറക്കം. ഒരു ചേട്ടൻ രാത്രി 10:30 വികാരിയച്ഛനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഗുളിക എടുത്തിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം വെല്ലിച്ചൻ ചോദിച്ചു, ഞാനെന്നാ ടെലിഫോണിൽ കൂടെ തലേ കവിച്ച് പ്രാർത്ഥിക്കണോ? ചേട്ടൻ്റെ മറുപടി, വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ആ പള്ളിപ്രസംഗം ഒന്നുകൂടെ ഫോണിലൂടെ പറഞ്ഞു കേൾപ്പിക്കാവോ? ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഒരച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ ധ്യാന ഹോളിൽ നിന്ന് വാക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഗണിച്ച് ഇറങ്ങിപ്പോന്നു ആരായാലും ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, മനസ്സാ വാചാ കർമ്മണ പള്ളിയെയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതി എനിക്കില്ല. ഒരു അസുഖമുള്ളതുകൊണ്ട് എൻ്റെ കെട്ടിയവൻ ഇറങ്ങിപ്പോയതാണ്. എന്താ അസുഖം? എൻ്റെ അച്ഛോ ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയത്. നമുക്കറിയാം, പ്രസംഗമാണേലും എത്ര നല്ലതാണേലും എല്ലാത്തിനും ഒരു സമയപരിധി വേണം, അല്ലെങ്കിൽ അതും ബോറായിട്ട് മാറും. ചിക്കൻ ഗുനിയയുടെ കാലഘട്ടം. ചിക്കൻ ഗുനിയ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഞൊണ്ടി 65 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ പള്ളിയിൽ വന്നു. അച്ഛൻ പറഞ്ഞു, ചേട്ടാ, ഒരാളെ ഉള്ളതുകൊണ്ട് ഇന്ന് പ്രസംഗമില്ല, സുവിശേഷവായന കഴിയുമ്പോഴേ കാറുസൂസ തുടങ്ങിക്കോണം. ആ ചേട്ടൻ ചോദിച്ചു, അതെന്താ? ഒരാളെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ ഒരു മൂടില്ല. ചേട്ടൻ പറഞ്ഞു, മര്യാദകളുടെ വർത്തമാനം പറയല്ലേ, എൻ്റെ ആത്മാവിൻ്റെ അവകാശമാണ് ദൈവത്തിൻ്റെ വചന വ്യാഖ്യാനം. ഒരു കോഴിയുള്ളതെന്ന് പറഞ്ഞ് തവിട് കൊടുക്കാതിരിക്കുമോ? ഒരാടയുള്ളതെന്നും പറഞ്ഞ് പ്ലാവന കൊടുക്കാതിരിക്കുമോ? ഒരാത്മാവയുള്ളതെന്നും പറഞ്ഞ് വചനം കൊടുക്കാതിരിക്കുമോ? അച്ഛൻ ആവേശമായി. ഇങ്ങനത്തെ ആത്മാക്കളുള്ളല്ലോ. സുവിശേഷം കഴിഞ്ഞും അയാൾ ഒറ്റയ്ക്കിരുത്തി. അച്ഛൻ ഒറ്റ പ്രസംഗം 35 മിനിറ്റ്. ഇയാൾ മടുത്തുപോയി. കുർബാന കഴിഞ്ഞു ഇയാൾ ഇറങ്ങി നടക്കുക. അച്ഛൻ തിരുവസ്ത്രങ്ങൾ ഊരിയിട്ടിട്ട് അച്ഛൻ പുറകെ നടന്നു. അച്ഛൻ പറഞ്ഞു, ചേട്ടാ, ഇന്ന് പഠിപ്പിച്ച പാഠം ഒരിക്കലും മറക്കുകയില്ല. ഒരു കോഴിയുള്ളിലും തവിട്, ഒരാടയുള്ളിലും പ്ലാവല, ഒരാത്മാവിനുള്ളിലും വചനം, ഞാനിത് പാലിക്കും. അപ്പം ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ചു, ഞാൻ പറഞ്ഞത് ശരിയാ, പക്ഷേ ഒരേ തമ്പരാനടുത്ത് ഒരിക്കലും ഒരു കോഴിക്ക് ഒറ്റയ്ക്ക് ഒരു ബക്കറ്റ് തീറ്റ കൊടുത്തേക്കല് കോഴി ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഒരച്ഛൻ എല്ലാ ഞായറാഴ്ചയും 20 മിനിറ്റ് പ്രസംഗിക്കും. 2 വർഷം ആൾക്കാർ കേട്ട് പൊരുത്തപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച അച്ഛൻ പ്രസംഗിച്ച് 40 മിനിറ്റ് ആൾക്കാർ മടുത്തുപോയി. കുർബാന കഴിഞ്ഞ് ആൾക്കാർ പറഞ്ഞു, 20 ഓക്കെയാണ്, 40 ഒത്തിരിയാണ്, ഇത്രയും നീട്ടരുത്. അച്ഛൻ പറഞ്ഞു, മക്കളെ, മനഃപൂർവ്വമല്ല, എനിക്കൊരു അസുഖമുണ്ട്. എന്താ അസുഖം? പ്രസംഗം തുടങ്ങുമ്പം ഉമിനീര് പറ്റി നാക്ക് ഉണങ്ങിപ്പോവും. അപ്പോൾ നാക്കിൻ്റെ കീഴെ ഒരു വെളുത്ത ഗുളികയിടും. അത് അലക്കുമ്പോൾ 20 മിനിറ്റ്, അപ്പം പ്രസംഗവും തീർക്കും. ഇതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എന്നാ പറ്റി? ഇന്ന് വെപ്രാളത്തിനും വേവലാതിക്കിടയിൽ പ്രസംഗം തുടങ്ങി, പക്ഷേ ഗുളികയിടാൻ മറന്നുപോയി. ലോഹയുടെ പുകരി കൈയിട്ട് ഒരു വെളുത്ത ഗുളികയെടുത്ത് നാക്കിൻ്റെ കീഴേ ഇട്ടു. പക്ഷെ എൻ്റെ ഗതികേടിന് ഗുളികയ്ക്ക് പകരം ലോഹയുടെ ബട്ടൺസ് ആയിരുന്നു. പിന്നെ കടിച്ചു പൊട്ടിച്ച് ഞാനങ്ങ് തീർക്കുമായിരുന്നു. നമുക്കറിയാം, നീളുമ്പം നമുക്കൊരു മടുപ്പുണ്ട്. നീളുമ്പം ഇപ്പം ഉറക്കം പറഞ്ഞു, നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. ഇനി രംഗൻ 2 ദുഃഖവെള്ളിയാഴ്ച 2 കൂട്ടർ കാൽവരിയിൽ വന്നു. ഒന്ന്, പ്രാർത്ഥിച്ച് മനസ്സിനെ പാകപ്പെടുത്താത്ത 2 കള്ളന്മാർ. പ്രാർത്ഥിച്ച് മനസ്സിനെ പാകപ്പെടുത്താത്ത 2 കള്ളന്മാർ. ആണി അടിച്ചപ്പോൾ, കുരിശിൽ തറച്ചപ്പോൾ കൈ പറിച്ച് ഇടിക്കാൻ തോന്നി, കാല് പറിച്ച് തൊഴിക്കാൻ തോന്നി, ചീത്ത വിളിച്ചു. പ്രാർത്ഥിക്കാത്ത മനുഷ്യന് സഹനം, രോഗം, തകർച്ചം, നൊമ്പരം വരുമ്പോൾ മുറിമുറിപ്പും പിറുപിറുപ്പും ശാപവാക്കും. 2 കള്ളന്മാർ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ പ്രാർത്ഥിച്ചൊരുങ്ങിയ ക്രിസ്തു, മനസ്സിനെ പ്രാർത്ഥിച്ച് പാകപ്പെടുത്തിയ ക്രിസ്തു കുരിശിൽ വന്നു. കുരിശിൽ തറച്ചപ്പോൾ ശല്യമല്ല, ശാപമല്ല, ഭാരമല്ല, പിതാവായി ദൈവം വിരിച്ചു പിടിച്ച കരങ്ങൾ. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാത്തവരാണോ? കൊച്ചു പ്രശ്നം വരുമ്പോൾ എല്ലായിടത്തും കുരിശ് കാണും. പ്രാർത്ഥിക്കുന്നവരാണോ? രോഗത്തിൽ, ക്ഷീണത്തിൽ, കുടുംബത്തിൻ്റെ തകർച്ചയിൽ, കടബാധ്യതയിൽ, പരാജയങ്ങളിൽ കുരിശല്ല. എനിക്കും കുരിശിനുമിടയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടെത്തും. ഗെത്സമേൻ തോട്ടം ഒരു നല്ല ചിന്ത കൂടി നമുക്ക് തരുന്നു. എന്താണ് ആ ചിന്ത? ബൈബിളിൽ നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടിട്ടില്ല. ബൈബിളിൽ നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന
പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടിട്ടില്ല. ഉദാഹരണം, നല്ലവനായ മോശ പ്രാർത്ഥിച്ചു, കാനാൻ ദേശത്ത് കാലുകുത്താൻ ഭാഗ്യം തരണേ. പക്ഷെ മോശയ്ക്ക് കാലുകുത്താൻ പറ്റിയില്ല, യോർദാനിൽ വീണു മരിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചു, ബത്ശബയിൽ ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലല്ല്. പക്ഷേ ബത്ശേബ പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറ്റി തരണം. പക്ഷേ കാസ മാറിയില്ല. 2 കൊരിന്ത്യർ 12:6 വാക്യങ്ങളിൽ ഭാഗ്യവാനായ പൗലോസ് പ്രാർത്ഥിച്ചു, വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എനിക്കൊരു മുള്ളു തന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശു നായക, മുള്ള് ഒന്ന് എടുത്തു മാറ്റാവോ? അവൻ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി, മുള്ളവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയില്ല എൻ്റെ ശക്തി വെളിപ്പെടുക. അപ്പം നമുക്ക് തോന്നും, ഇത്രയും നല്ലവരായ മനുഷ്യർ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതിനുള്ള ഉത്തരം കൂടി ഗസമേൻ തരുന്നു. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. ഒരുപാട് വേദനിച്ച് നീറുമ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്ത് സാന്ത്വനത്തിൻ്റെ സ്വരവുമായി അടുത്തു വരും. ഒത്തിരി നീറിയപ്പോൾ ഇതാ 3 സന്ധികളിൽ ഒരു വചനപ്രഘോഷണം, സുവിശേഷ ധ്യാനം. ഒത്തിരി വേദനിച്ചപ്പോൾ ഗുഡ്നസ്, ഷക്കീന, ശാലോം ചാനലിൽ ഒരു വചനം, തിരുവചനം. ഒരുപാട് നീറിയപ്പോൾ സൺഡേ ശാലോമിൽ ഒരു ആർട്ടിക്കിൾ. ഒത്തിരി വേദനിച്ചപ്പോൾ ഞായറാഴ്ച പ്രസംഗത്തിൽ ഒരാശ്വാസത്തിൻ്റെ ദൂത്. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ അവർക്കായി ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. ഇനി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. മത്തായി 17, 1 മുതൽ 7 വരെ വാക്യങ്ങൾ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് യേശു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്ന കണ്ടു. പെട്ടെന്ന് ശോഭയേറിയ ഒരു മേഘം വന്ന് മൂടി. മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുക. ശിഷ്യർ ഭയവിഹ്വലരായി കമിഴ്ന്നു വീണു. യേശു അടുത്തതി പറഞ്ഞു, ധൈര്യമായിരിക്കൂ, വരൂ, താഴ്വരയിലേക്ക് പോകാം. ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന 3 സമ്മാനങ്ങൾ. ലോകാരംഭം മുതൽ ലോകാവസാനം വരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം 3 സമ്മാനം കൊടുക്കും. 1-ാമത്തെ സമ്മാനം വെട്ടം. വെട്ടം, മുഖത്തൊരു പ്രകാശം. പ്രാർത്ഥിച്ചപ്പോൾ മുഖത്തൊരു പ്രകാശം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് പ്രകാശം വരും. പ്രാർത്ഥിച്ചില്ലല്ലോ, ഇരുട്ട് വരും. നമ്മുടെ ഉള്ളെന്താണോ, ഉള്ളിലെ ചിന്ത പോലെ മുഖം. മനസ്സ് നിറയെ കോപമാണോ, മുഖം ഇരുണ്ടിരിക്കും. വെറുപ്പാണോ, ഇടിമിച്ചിരിക്കും. പ്രാർത്ഥനയുണ്ടോ, പ്രകാശിച്ചിരിക്കും. ചില മനുഷ്യരെ കണ്ടാലറിയാം പ്രാർത്ഥനയില്ല, മുഖത്ത് നോക്കുമ്പോൾ അറിയാം. ആ മനുഷ്യനെ കുറിച്ച് പറയുന്ന വാക്കാണ് കെട്ട മനുഷ്യൻ. കെട്ട മനുഷ്യൻ, മുഖത്ത് വെട്ടമില്ല, കെട്ട മനുഷ്യൻ. നോക്ക് തന്നെ അറിയാം ഈ കക്ഷിയുടെ ഉള്ളിൽ മഹാതിന്മയുണ്ട്. മുഖത്തൊരു പ്രകാശമില്ല, ഒരു ചൈതന്യമില്ല. എന്നും ബലിയർപ്പിക്കുന്ന അച്ഛന്മാരുടെ മുഖത്ത് ഒരു വെട്ടം. എന്നും പള്ളിയിൽ പോകുന്ന കാർന്നോന്മാരുടെ മുഖത്ത് ഒരു വെട്ടം. കാരണം ദൈവം വെട്ടമാണ്, ദൈവം പ്രകാശമാണ്. ഗ്രീക്ക് അക്ഷരമാലയിൽ 3 അക്ഷരം എടുക്കണം. ആദ്യത്തെ അക്ഷരം ആൽഫ, 15-ാമത്തെ അക്ഷരം ഒമിക്രോൺ, 30-ാമത്തെ അക്ഷരം ഒമേഗ. ആൽഫയും ഒമേഗയുമാണ് ദൈവം, ആദിയും അന്ത്യവും. ആൽഫ മുഴുവൻ വെട്ടമാണ്. ആൽഫ തരംഗം മുഴുവൻ പ്രകാശത്തിൻ്റെ തരംഗമാണ്. ആൽഫ തരംഗം. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ പ്രകാശ തരംഗമുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു ദൈവം. ഒരു നീലസാരി ഇട്ടത്, സൈഡിൽ ബോർഡറുമായിട്ട് ഒരു ചെറിയ തലമുടി വിട്ട് കൽക്കട്ടയിൽ ദൈവം നടക്കുന്നത് കണ്ടു. മദർ തെരേസ. ഞാൻ മറ്റൊരു ദൈവത്തെ കണ്ടു, ചിരിക്കുന്ന മുഖവുമായിട്ട് കൈ നീട്ടി പിടിച്ച് ആശീർവദിച്ച പരിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. ദൈവത്തെ കണ്ടിട്ടില്ല,
പക്ഷെ ദൈവത്തിൻ്റെ തരംഗമുള്ള മനുഷ്യരെ കാണും. അൽഫോൻസാമ, ചാവറയച്ചൻ, മദർ തെരേസ, മറിയം ത്രേസ്യ, എഫ്രേസ്യാമ്മ നമ്മൾ കാണാറുണ്ട്. ആൽഫാ തരംഗം. ദൈവം മുഴുവൻ വെട്ടമാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് ബന്ധപ്പെട്ടതെല്ലാം പ്രകാശമാണ്. ദൈവം ആദ്യം പറഞ്ഞ വചനം ഉൽപ്പത്തി 1:3 പ്രകാശം ഉണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. പ്രകാശമായ ദൈവം മരുഭൂമിയിൽ 40 വർഷം രാത്രിയിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒപ്പം നടന്നു. പ്രകാശമായ ദൈവം ഭൂമിയിൽ ജനിച്ചപ്പോൾ ആകാശത്ത് പ്രകാശം ചിരിച്ചു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം ഭൂമിയിൽ മരിച്ചപ്പോൾ പ്രകാശം മിഴികൂട്ടി, സൂര്യൻ ഇരുണ്ടു. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നു ഒരു പ്രകാശം. കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ദേഹത്ത് ആൽഫാ തരംഗമാണ്. വചനം കേട്ടിറങ്ങുമ്പോൾ ആൽഫാ തരംഗമാണ്. നൊവേന ആരാധന കഴിയുമ്പോൾ ആൽഫാ തരംഗമാണ്. ഷെക്കേന ഗുഡ്നസ് ശാലോം ചാനലിൽ 1 മണിക്കൂർ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദേഹത്ത് ഒരു ആൽഫാ തരംഗം. കല്യാണം കഴിയുന്ന നവവരൻ്റെയും വധുവിൻ്റെയും മുഖത്തൊരു വെട്ടം, ആൽഫാ തരംഗം. മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് ആൽഫാ തരംഗം. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് ആൽഫാ തരംഗം. ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ഒരു തരംഗം വരും, ആൽഫാ തരംഗം, വെട്ടം, പ്രകാശം നമ്മളിലേക്ക് കടന്നു വരുന്നു. 4 കൂട്ടം തരംഗങ്ങളാണ് നമ്മുടെ ദേഹത്തുള്ളത്. 1 ആൽഫ, 2 ബീറ്റ, 3 ഡെൽറ്റ, 4 തേറ്റ. 4 കൂട്ടം തരംഗങ്ങൾ മാറി മാറി വരും. ദൈവവുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം ആൽഫാ തരംഗം. റബ്ബർ വെട്ടി പാല് പിടുത്ത് മടുത്ത് വരുമ്പം ബീറ്റ തരംഗം. കപ്പയിട്ടും കൊടിയുടെ ചോടും കളിച്ച് ഏലത്തിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ ബീറ്റ തരംഗം. അടുക്കളയിൽ ഒരുപാട് പണിത് മടുക്കുന്ന അമ്മയുടെ ദേഹത്ത് ബീറ്റ തരംഗം. ഈ ബീറ്റ തരംഗം വരുമ്പം ചുമ്മാ ചൂടാവും, വെറുതെ അരിശം വരും, വേണ്ടാത്ത വർത്താനം പറയും. നമ്മുടെ തെറ്റുകൊണ്ടല്ല, ഈ ദേഹം ക്ഷീണിക്കുമ്പോൾ വരുന്ന നെഗറ്റീവ് എനർജി, അതാണ് ബീറ്റ തരംഗം. 3 ഡെൽറ്റ തരംഗം. എന്താണ് ഡെൽറ്റ തരംഗം? ഡെൽറ്റ തരംഗം എന്ന് പറഞ്ഞാൽ പൊടി മയക്കത്തിൽ ദേഹത്ത് വരുന്ന തരംഗമാണ് ഡെൽറ്റ തരംഗം. ഉപ്പുമാവ് കഴിച്ചേച്ച്, കപ്പ തിന്നേച്ച് പിള്ളേർ ക്ലാസ്സിൽ പോയാൽ ഡെൽറ്റ തരംഗം, ഒരു പൊടി മയക്കം. ഉപ്പുമാവ് കഴിച്ച് ഓഫീസിൽ പോയാൽ ഡെൽറ്റ തരംഗം, ഒരു പൊടി മയക്കം. ഷുഗറിന് ഗുളിക കഴിക്കുന്നവർ ഇടയ്ക്കൊന്ന് മയങ്ങുമ്പോൾ ഡെൽറ്റ തരംഗം. ഈ ഡെൽറ്റ തരംഗം വരുമ്പോൾ ചുറ്റുപാടുകളിൽ എന്തോ സംഭവിക്കുമെന്നറിയാം, പക്ഷെ എന്താണെന്നറിയത്തില്ല. ഞാൻ ഒരു മഠത്തിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുമായിരുന്നു. ധ്യാനത്തിൻ്റെ 4-ാം ദിവസം ബുധനാഴ്ച മഠത്തിലെ മദറിൻ്റെ ഫീസ്റ്റായിരുന്നു. എല്ലാവർക്കും ഉച്ചയ്ക്ക് മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നു. മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇത് കഴിച്ചു. ഒരു 1:30 ആയപ്പോൾ നെയ്മയം കാരണം കൺപോള അടയുകയും ഒരു ഡെൽറ്റ തരംഗത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. 2:30 മുതൽ 4 വരെ സിസ്റ്റേഴ്സിൻ്റെ കുമ്പസാരമാണ്. കുമ്പസാരക്കൂടിനകത്ത് നല്ല പലക, വീതിയുള്ള കൈവെക്കാവുന്ന പലക പോലുണ്ട്. 5-6 കന്യാസ്ത്രീമാർ കുമ്പസാരിച്ചതറിയാം. ഒരു സിസ്റ്റർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഡെൽറ്റ തരംഗത്തിൽ കുമ്പസാരക്കൂട്ടിൽ മയങ്ങിപ്പോയി. കുമ്പസാരം തീർന്നറിഞ്ഞില്ല. സിസ്റ്റർ കമ്പിവലയെ മുട്ടിയിട്ട് പറഞ്ഞു, തീർന്നച്ചാൽ തീർന്നു. അപ്പോൾ ആ ചമ്മൽ കുമ്പസാരക്കൂടിൽ അച്ഛനുറങ്ങുന്നത് മഹാമോശമല്ലേ. ബോധം വീണ്ടിക്കിട്ട് ഞാൻ സിസ്റ്റർമാർക്ക് കൊടുക്കാമെന്ന് ഉപദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഇത് കാഴ്ചവെക്കണം. ഇത് പറയാൻ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഡെൽറ്റ തരംഗത്തിൽ ഞാൻ മയങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പൂജിതമാകണം, നിൻ്റെ രാജ്യം വരണം, തിരുമൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞാൻ തന്നെ ചൊല്ലിപ്പോയി. ശിക്ഷ ചോദിച്ചു, എന്നാച്ചാത്? വീണ്ടും ബോധം വീണ്ടും കിട്ടി. ഞാൻ വീണ്ടെടുത്ത് ഉരുണ്ടു. ഞാൻ ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി നിർത്തി 3 പ്രാവശ്യം ചൊല്ലി കാഴ്ചവെക്കണം. ഇപ്പം ഡെൽറ്റ തരംഗം വരാം. ഇപ്പോൾ ആൽഫ, ബീറ്റ, ഡെൽറ്റ. 4 തേറ്റ തരംഗം. എന്താണ് തേറ്റ തരംഗം? വെളുപ്പിനെ 1 മണിക്കും 4 മണിക്കും ഇടയിൽ ദേഹത്തുണ്ടാകുന്ന തരംഗമാണ്. നല്ല കൂർക്കം വെച്ചുറങ്ങുമ്പം ദേഹത്ത് തേറ്റ തരംഗം. ചുഴലി രോഗമുള്ളവർ തീയിലും വെള്ളത്തിലും ബോധം കെട്ടി വീഴുമ്പോൾ തേറ്റ തരംഗം. നമ്മുടെ ദേഹത്തു നിന്നും ബീറ്റ, ഡെൽറ്റ, തേറ്റ തരംഗം കളയാനുള്ള വഴിയാണ് നല്ല കുമ്പസാരം, ദൈവസ്തുതി, ആരാധന, കുർബാനയിലുള്ള ഭാഗഭാഗിത്വം. ഈ തരംഗങ്ങൾ പോകുമ്പോൾ രോഗശാന്തി. അതുകൊണ്ടാണ്
കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ 5 രോഗങ്ങൾ പെട്ടെന്ന് വിട്ടുപോകും. വൈദ്യവേദന, നടുവേദന, തലവേദന, ശ്വാസമുട്ടൽ, അലർജി. നെഗറ്റീവ് തരംഗം പ്രാർത്ഥനയിൽ ആൽഫാ തരംഗമായി മാറും. ക്യാൻസർ വരെ ദേഹത്തോട് വിട പറയും തരംഗങ്ങളെ പോസിറ്റീവാക്കുമ്പോൾ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ 1 മുഖപ്രകാശം, 2 വ്യക്തത. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമാണ്. ഏലിയായും മോശയും കാണിച്ചിട്ട് പിതാവ് പറഞ്ഞു, ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. ഇനി പഴയ നിയമമല്ല, പ്രവാചകന്മാരല്ല, ഈശോ മിശിഹ. നിയമം മോശ, പ്രവചനം ഏലിയ. ഇനി നിയമവും പ്രവാചകരുമില്ല, ഈശോയിൽ ഒരു പുതിയ ലോകം. ഇതാണ് ഈ വ്യക്തത. ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, എൻ്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതിയുണ്ട്. റോമാ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കും. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ഇതാണ് ഈ വ്യക്തത. ഞാൻ വലിയ തോവാള സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വാരികകളായിരുന്നു അന്ന് മനോരാജ്യവും മനോരമയും. ആഴ്ചയുടെ ആരംഭത്തിൽ അമ്മ എൻ്റെ കയ്യിൽ 25 പൈസ തരും. അന്ന് മനോരമയുടെ വില 25 പൈസയാണ്. 1976, 75 കാലഘട്ടത്തിൽ 25 പൈസ കൊണ്ടുപോയി ഞാൻ മനോരമ വാരിക മേടിച്ചു കൊണ്ടുവരും. അമ്മയ്ക്ക് വായന വലിയ പരിചയമില്ല. ഞാനിങ്ങനെ കസേരയിൽ വായിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കും. അമ്മയെ വായിച്ച് കേൾപ്പിക്കണം. അമ്മ സാമ്പാറിനും തോരനൊക്കെ ചിരണ്ടിക്കോട് താഴെയിരിക്കും. മോനെ നുറക്ക വായിച്ച്. അടുത്ത ഒരാഴ്ച കാലഘട്ടത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് എന്നതാ വരാൻ പോവുക. അമ്മയുടെ നക്ഷത്രം കാർത്തിക നക്ഷത്രമായിരുന്നു. അമ്മ മരിച്ചിട്ട് 28 വർഷം കഴിഞ്ഞു. ഇന്നും ഞായറാഴ്ച വാരാന്ത്യ പതിപ്പ് വിടുമ്പം അറിയാതെ ഞാൻ നോക്കും, അടുത്ത ആഴ്ച കാർത്തിക നക്ഷത്രത്തിൽ എന്നതാ വരാൻ പോണേ. അമ്മ വായിക്കുകയല്ലോ, ഞാൻ എൻ്റേതായിട്ടങ്ങ് പൂരിപ്പിക്കും. ഞാൻ വായിക്കും. അടുത്ത ഒരാഴ്ച കാലം കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ എൻ്റേതായിട്ട് പൂരിപ്പിക്കും. എന്നിട്ട് ഞാൻ താഴത്തോട്ട് വിടും ഫലിതബന്ധങ്ങൾ വായിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫലിതബന്ധങ്ങൾ വായിക്കുന്നതും അത് കേൾക്കുന്നതുമാണ്. കരയിപ്പിക്കുന്ന സിനിമ കാണാൻ ഞാൻ പോവുകയല്ല. കാരണം എനിക്ക് വട്ടമുണ്ടോ കാശ് കൊടുത്ത് വെച്ച് കരയാൻ. അല്ലാതെ എന്തെല്ലാം കരയാൻ വകുപ്പ് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ ഫലിതബന്ധം വായിക്കും. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു 5 പതിറ്റാണ്ട് മുമ്പ്, എൻ്റെ ദൈവമേ, ഏതെങ്കിലും ഒരു കാലത്ത് മനോരമ പതിപ്പിൽ എൻ്റെ പേര് വെച്ച് ഒരു ഫലിതബന്ധം വരാൻ ഇടയാകണേ. അങ്ങനെ ആൾക്കാർ എൻ്റെ പേര് മാസികയെ കൂടെ ഒന്ന് അറിയാനിടയാകണേ. അന്നത്തെ ഒരു കുട്ടിക്കാലത്തെ പ്രാർത്ഥന. സത്യനും ഷീലയും നസീറും ശാരദയും മരം കൂലിക്ക് ഓടുമ്പോഴും ആറ്റിൽ നിന്ന് മുങ്ങിക്കുളിച്ച് പൊങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് പുറകിൽ നിന്ന് കുലുക്കാനുള്ള ഒരു വരം നീ തരണേ. അന്നത്തെ പ്രാർത്ഥന അതായിരുന്നു. ഇന്ന് 5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇന്ന് സിനിമാ നടന്മാരെക്കാൾ ആൾക്കാർക്ക് എന്നെ പരിചയം. ഏത് കവല ചെന്നാലും ആൾക്കാർ പിടിച്ചെടുത്തു, അച്ഛാ ഒരു സെൽഫി. പണ്ട് അമ്മച്ചിമാർ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ വരും. ഇപ്പം വരും ഒരു സെൽഫി മോൻ അയച്ചു കൊടുക്കാനാണ്. ഇന്ന് രീതികൾ മാറാൻ തുടങ്ങി. 5 വർഷം മുമ്പ് ഒരു മലയാള സിനിമാ നിർമ്മാതാവും തിരക്കഥാകൃത്തും കൂടെ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനം ഒരു സിനിമയാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, അച്ഛൻ അനുവാദമുണ്ട്. ഏത് ഭാഗമാണ്? ദമ്പതികളെ ധ്യാനിപ്പിക്കുമ്പോൾ അച്ഛൻ പറയുമല്ലോ, പിണങ്ങിയ ദമ്പതികൾ ഇണങ്ങാൻ എന്തൊക്കെ കാണിക്കണം. അച്ഛൻ പറയുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ മതി, സിനിമയാക്കാം. ഞാൻ സാധാരണ പറയാറുണ്ട്, ആണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 7 വർഷങ്ങൾ കഴിയുമ്പം ചുമ്മാ വേറെ പെണ്ണുങ്ങൾ നടന്നു പോകുന്നു പുറകിൽ നിയമാവുന്നു നോക്കി നിൽക്കാനുള്ള ഒരു ത്വര ആണുങ്ങളിലുണ്ട്. അതിന് വിളിക്കുന്ന വാക്കാണ് മനഃശാസ്ത്രത്തിൽ ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ് ഇതിന് വിളിക്കുക. ഇങ്ങനെ പോയ ഒരുത്തന് പിന്നീട് തിരിച്ചു വരാൻ തോന്നി ഭാര്യയിലേക്ക്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഭാര്യയുടെ സ്നേഹം നേടാൻ എന്തെല്ലാം ചെയ്യണം? ഞാൻ പറഞ്ഞു, സിന്ധിരാജ് എന്ന കഥാകൃത്ത് എഴുതിയെടുത്തു. ഞാൻ പറഞ്ഞു, അവൾ എന്നാ പറഞ്ഞാലും വടി പിടിക്കുന്ന പോലെ ഒന്നും മിണ്ടാതെ നിന്നു കൊടുക്കണം, കരി ഉയർത്തി കൊടുക്കണം, പാത്രം മെടക്കി കൊടുക്കണം, തറ തുറച്ചു കൊടുക്കണം, അലക്കിയ തുണി വിരിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് സാവധാനം അവൾ സ്നേഹത്തിലേക്ക് തിരിച്ചു വരും. ഞാനീ പറഞ്ഞത് പാവനാസമ്പന്നനായ സിന്ധിരാജ് മനോഹരമായി എഴുതി.
അത് സൂപ്പർ ഹിറ്റ് പടമായി. ഫിലിം ക്രിറ്റിക്സ് അവാർഡും KCBC അവാർഡും. അതിൻ്റെ 100-ാം ദിവസം എനിക്കും മോഹൻലാലിനും മീനയ്ക്കും എറണാകുളത്ത് വെച്ച് അതിൻ്റെ നിർമ്മാതാക്കൾ അവാർഡ് തന്നു. ആ ധ്യാനപ്രസംഗം സിനിമയായതായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. 6 മാസം മുമ്പ് ഇതുപോലൊരു ധ്യാനം കാണിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ അവരിറക്കി. ചെമ്പൻ വിനോദ നായകനായ ബുമറാങ് നിർപ്പടം. ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, മരത്തിൻ്റെ കൊമ്പ് കുലുക്കാനുള്ള ഭാഗ്യം. ദൈവം മരത്തിൻ്റെ കൊമ്പെ കയറ്റിയിരുത്തി. ഇതാണ് വ്യക്തത എന്ന് പറയുക. വ്യക്തത നമ്മൾ ചോദിക്കുന്നു, ദൈവം തരുന്നു വ്യക്തത. 3, ധൈര്യം. പ്രാർത്ഥിക്കുന്നവർ ദൈവം തരുന്ന ഒരു വലിയ സമ്മാനം ധൈര്യം. ഈശോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒറ്റുള്ളവൻ അടുത്ത് വന്നിരിക്കുന്നു, പോകാം. തോമാസിക പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവനോടൊപ്പം പോയി മരിക്കാം. അതിൻ്റെ അർത്ഥം എന്താ? അവനില്ലാത്ത ലോകത്ത് ജീവിക്കുന്നതിനൊക്കെ ഭേദം അങ്ങ് മരിക്കുക. ഇവിടെ താബോർ മലയിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഒരു വലിയ സമ്മാനമാണ് മനധൈര്യം. കൊച്ചു പിള്ളേരുടെ കൂട്ടയോട്ടം. 10 വയസ്സിനും 12 വയസ്സിനിടയിലുള്ള 10 പിള്ളേർ 100 മീറ്റർ ഓടാൻ വേണ്ടി നിവർന്നു നിന്നു. സാറന്മാർ 100 മീറ്റർ ദൂരെ കയറും പിടിച്ചു നിന്നു. നോക്കുമ്പോൾ കൊച്ചു പിള്ളേരാ. ഒരുത്തിന് വോളിബോളിൻ്റെ മുഴുപ്പ്, ഒരുത്തിന് ഫുട്ബോളിൻ്റെ ഷേപ്പ്, ഒരുത്തിന് ബാസ്കറ്റ് ബോളിൻ്റെ ടൈപ്പ്, ഒരുത്തിന് ഷോർട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ. സാറന്മാർ നോക്കുമ്പോൾ തമ്മിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ കുട്ടി ചരവറ പറവറ 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 എന്ന് പ്രാർത്ഥിക്കുന്നു. സാറന്മാരെടുത്തു, കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1-ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. വിസിലൂതി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനാണ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവൻ ചരവറ പറവറ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ സാറന്മാർ തോളിത്തൊട്ടി പറഞ്ഞു, മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലെന്നോർത്ത് ദൈവത്തോട് നിനക്ക് പിണക്കം വല്ലതും ഉണ്ടോ? അവൻ പറഞ്ഞു, പൊന്നു സാറേ, ആരാ പറഞ്ഞത് സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ നീ പ്രാർത്ഥിച്ചത് എന്താ? എൻ്റെ സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ജീവിതത്തിൽ ചിലപ്പം ഭർത്താവ് ഭാര്യയെ തോപ്പിക്കാം, ഭാര്യ ഭർത്താവിനെ തോപ്പിക്കാം, മക്കൾ മാതാപിതാക്കളെ തോപ്പിക്കാം, കൂട്ടുകാരെ തോപ്പിക്കാം. അങ്ങനെ തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി വേണോ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം. അനാവശ്യമായ ഭയം മുഴുവൻ പോവും. രക്തത്തെ ഭയം, വെള്ളത്തെ ഭയം, ഉയരത്തെ ഭയം, ആഴത്തെ ഭയം, ഇരുട്ടിനെ ഭയം, പരീക്ഷ ഭയം, ഇൻ്റർവ്യൂ ഭയം, അകാരണമായ ഭയം. പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പോകും. എത്ര പ്രാർത്ഥിച്ചാലും നോർമൽ ഭയം നമുക്കുണ്ടാവും. നോർമൽ ഭയം. പാമ്പ് കടിക്കാൻ വന്ന പേടി തോന്നും, ആന കുത്താൻ വന്ന പേടി തോന്നും, പട്ടി കുറച്ചുകൊണ്ട് വന്ന പേടി തോന്നും, പ്രാന്തം നേരെ വന്ന പേടി തോന്നും, കള്ളം വീട്ടിൽ വന്ന പേടി തോന്നും. എത്ര പ്രാർത്ഥിച്ചാലും നോർമൽ ഭയം. ഞാൻ കാഞ്ഞങ്ങാട് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. രാവിലെ ഉച്ച കഴിഞ്ഞുകൊണ്ട് രാവിലത്തെ ധ്യാനം കഴിഞ്ഞ് അടുത്തുള്ള മഠത്തിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ പോവുക. അപ്പോൾ ഒരു ചായക്കടയിൽ നിന്ന് ഒരു പ്രാന്തൻ ഇറങ്ങി വന്നു. മുഷിഞ്ച പൈജാമ, ജൂവ, എണ്ണ വെള്ളാത്ത മീശ, ദീക്ഷ, മുടി. ഇയാൾ ഇറങ്ങി വന്നു കയ്യിൽ കമ്പുമായിട്ട്. എന്നെ നോക്കി ചോദിച്ചു, അച്ഛൻ എവിടെ പോവുക? വിരട്ടുന്ന പോലെ. ആൾക്കാരൊക്കെ ചിരിക്കുക. ശബ്ദവുള്ളൂ, ഉറിവിനെ പോലും കൊല്ലാത്ത ആളാണ്. ഞാനാണ് ലോകയിലാണ്, ഓടാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, മഠത്തിന് ഉണ്ണാൻ പോവുക, ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരും. ഉടനെ ഭ്രാന്തൻ വടി താഴെ ഇട്ടു, റോഡിൽ മുട്ടുകുത്തി, കൈവരിച്ചു. എല്ലാവരും കേൾക്കെ ഒറ്റ പ്രാർത്ഥന, പിതാവേ, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന എന്ത് കാണിക്കുമെന്ന് തമ്പുരാന് മാത്രം അറിയാം. പ്രാർത്ഥന കാണുമ്പം പേടി തോന്നും. കള്ളനെ കണ്ട പേടി തോന്നും. ഒരു കള്ളൻ ഉച്ച കഴിഞ്ഞ് 3:30 ഒരു വീട്ടിൽ ഇടിച്ചു കയറി. 65 വയസ്സുള്ള അങ്കിളും ആൻറ്റിയും. ഈ കള്ളൻ വാതിൽ കുറ്റിയിട്ടു, പോക്കറ്റിലെ തോക്ക് കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രീതി ആദ്യം പേര് ചോദിക്കും, പേര് പറയുമ്പോൾ നെറ്റിയിൽ വെടിവെച്ച് കൊല്ലും, കൊന്നിട്ട് എല്ലാം കട്ടുകൊണ്ട് പോകും. എൻ്റെ രീതി ഇങ്ങനെ. ഈ അങ്കിളും ആൻറ്റിയും വരയ്ക്കുക. കള്ളൻ തോക്കെടുത്ത് 65 വയസ്സ് പ്രായമുള്ള ആ ഭാര്യയുടെ നെറ്റി വെച്ചു. എന്നതാടി നിൻ്റെ പേര്? അവർ വരച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കള്ള, എന്നെ കൊല്ലരുത്, എൻ്റെ പേര് എലിസബത്ത്. കള്ളൻ തോക്ക് താഴെ ഇട്ടു. കള്ളൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേരാണ് എലിസബത്ത്. അങ്ങനെ പേരുള്ളവരെ കൊല്ലാൻ പറ്റിയല്ല, കയറിപ്പൊടി എന്ന് പറഞ്ഞു. കയറി പോകാൻ പറ്റുമോ? കെട്ടിയവന് കരിയില പോലെ വിറയ്ക്കുക. കള്ളൻ തോക്കെടുത്ത് കെട്ടിയവന് നെറ്റിയെ വെച്ചു. എന്നതാടോ എൻ്റെ പേര്? അവിടെ വരച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ കൊല്ലരുത്,
എൻ്റെ പേര് വർഗീസ്, പക്ഷേ നാട്ടുകാരല്ല എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്, കള്ളം തൂക്കി വിട്ടിട്ട് പോയെന്നാണ്. അപ്പം നോർമൽ ഭയം ഉണ്ടാകാം, നോർമൽ ഭയം. ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ അനാവശ്യമായ ഭയം പോകുന്നു, ധൈര്യമുള്ള മക്കളായിട്ട് മാറുന്നു. ഈശോ തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥനയുടെ 5 രീതികൾ പഠിപ്പിച്ചു. അത് കാണുമ്പോൾ ഈ മണിക്കൂർ പൂർത്തിയാകുന്നു. 1, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ 5 രീതികൾ. 1, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 16 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു സമൂഹം യേശുവിനെ തിക്കി ഞെക്കി പോകുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ വസ്ത്രത്തിന് വിളിമ്പിത്തൊട്ടു. ആ നിമിഷം ലോകം മാറി. യേശു ഞെട്ടിത്തിരിഞ്ഞ് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, എന്തൊരു ചോദ്യമാണ്, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഒരുമിക്കോട് നിൽക്കുകയല്ലേ. യേശുവിന് ശക്തി പുറപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ലാസർ കല്ലറയിൽ കിടന്നപ്പോൾ ക്രിസ്തു പറഞ്ഞു, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സ്വന്തമായിട്ട് വീടില്ല, ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കണം. 10 മാസം കഴിഞ്ഞ് പുൽക്കൂട്ടിൽ നീ മനുഷ്യനായി പിറകുന്ന ക്രിസ്മസ്, അതിനുള്ളിൽ എനിക്ക് നീ ഒരുക്കി തരുന്ന വീടിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. പെണ്ണിന് വയസ്സ് 29, കല്യാണം നടക്കുന്നില്ല. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ഇന്നേക്ക് 90 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ മകൾക്കായി നീ ഒരുക്കുന്ന ആ ഭർത്താവിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. കിട്ടിയതുപോലെ പ്രാർത്ഥിക്കണം, കിട്ടിയതുപോലെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പോസ്റ്റ്മാൻ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കത്തെല്ലാം തിരയുമ്പോൾ ഒരു പ്രത്യേക കവറിന് പുറത്ത് വെണ്ടയ്ക്ക മുഴുവൻ ഒരു അഡ്രസ്, ടു മിസ്റ്റർ ദൈവം, സ്വർഗം പിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം എന്നും പറഞ്ഞ് ഒരു അഡ്രസ്. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കടലാസിൻ്റെ 2 പുറങ്ങളിലായി ഒരു കൊച്ചിൻ്റെ പരാതിക്കത്ത്. ദൈവമേ, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ചൂടാൻ കുടയില്ല, കിടക്കാൻ നല്ല വീടുമില്ല, അപ്പന് വാദം, അമ്മയ്ക്ക് ക്ഷീണം. നീ പാവങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇന്നും നീ അങ്ങനെയുള്ള ദൈവമാണെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിൽ 200 രൂപ മണിയോടെ അയച്ചു തന്ന് നിന്റെ സ്നേഹം ഒന്ന് കാണിക്കണം. സ്വന്തം കൊച്ചുമോനൊപ്പം ഫ്രം ഭൂലോകം അഡ്രസ്. പോസ്റ്റ്മാനോർത്തു, ഒരു പാവം കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന. കാശില്ലാത്ത പോസ്റ്റ്മാൻ പലരോട് കടം മേടിച്ചപ്പം 100 രൂപ കിട്ടി. ഈ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു, കീഴെ കുറിച്ച് വെച്ചു. ഇനി അത്യാവശ്യം വരുമ്പോൾ പറയാൻ മറക്കരുത്, സ്വന്തം ദൈവം, സ്വർഗം പിയോ, ആകാശം വഴി. 1 മാസം കഴിഞ്ഞ് പോസ്റ്റ്മാൻ കത്ത് നോക്കുമ്പോൾ പഴയതിൻ്റെ ഇരട്ടി മുഴുപ്പിൽ വീർത്ത കവറ്, അതിന് പുറത്ത് വെണ്ടയ്ക്കാൻ മുഴുവൻ അഡ്രസ്, മിസ്റ്റർ ദൈവം, സ്വർഗം പിയോ, ആകാശം വഴി, പുറം ഭൂലോകം. പോസ്റ്റ്മാന് മനസ്സിലായി, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാര സ്മരണ പാഴ്സലായിട്ട് വരിക. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചു. 2 കടലാസിൻ്റെ 4 പുറങ്ങളിൽ നീണ്ട കത്ത്. നീ ഇന്നും മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, പാവങ്ങളെ കരുതുന്ന ആളാണെന്ന് അമ്മ പിന്നെയും പറഞ്ഞു. നിന്റെ സ്വഭാവം 200 ചോദിച്ചാൽ 400, അല്ല ചോദിച്ച് 200. തീർച്ചയായിട്ടും ചോദിച്ച് 200 നീ അയച്ചിട്ടുണ്ട്. പക്ഷേ കള്ള പോസ്റ്റ്മാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്കൊരു പാഠം പഠിപ്പിക്കണം. നിൻ്റെ സ്വന്തം കൊച്ചുമോനൊപ്പ് കയ്യിലെ കാശും പോയി തെളി പാഴ്സലായിട്ട് പുറകെ വരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസം. തൊടുപുഴ MLA PJ ജോസഫ് വർഷങ്ങളായി എനിക്ക് സൗഹൃദമുള്ള ഒരാൾ. അപ്പം ഞങ്ങളെല്ലാം അദ്ദേഹത്തെ ഔസേപ്പച്ചെന്ന് വിളിക്കും. അപ്പം ജോസഫിൻ്റെ വീടിനടുത്ത് ഒരു മനുഷ്യൻ എനിക്ക് ഒരു 1.5 ഏക്കർ സ്ഥലം തന്നു, റബ്ബർ തോട്ടം. എന്തേലും കപ്പിൾസ് സഭയുടെ സ്ഥാപനം തുടങ്ങാൻ. ഞാൻ അവിടെ സെൻറ്റ് ആൻ്റണി മേഴ്സി ഹോം എന്നും പറഞ്ഞ് ഒരു സ്ഥാപനം ആരംഭിച്ചു. ഇപ്പം 23 അന്തേവാസികളുമുണ്ട്, 3 അച്ഛന്മാരുമുണ്ട്. അപ്പം ഈ സ്ഥാപനം പണിതുകൊണ്ട് ഒരിക്കൽ PJ ജോസഫ് മോനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ജോസഫിൻ്റെ ഒരു മോനും അല്പം ബുദ്ധിവൈകല്യമുള്ള ആളായിരുന്നു, കുറേ നാളാണ് മരിച്ചിട്ട്. ജോസഫ് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. ഭാര്യ ശാന്തമ്മ പറയുന്നു, അച്ഛനെ വിളിച്ച് പശുക്കൂട് ഒന്ന് വെഞ്ചരിപ്പിക്കണം. 36 പശുക്കളുണ്ട്. 1000 ലിറ്റർ പാലോട് കൊടുക്കുന്നയാൾ ഓസ്ട്രേലിയയിൽ നിന്നും ഒരു പശുവിനെ കൊടുത്തു. ചന പിടിച്ചാൽ 3-ാം മാസം ഇളകി പോവുകയാണ്. അതുകൊണ്ട് അച്ഛൻ വന്ന് തൊഴുത്ത് വെഞ്ചരിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, സേപ്പച്ച, മനുഷ്യർക്ക് വേണ്ടി ഒത്തന്നിരിക്കും,
എരുമ, പശു, ആടൊക്കെ ഈ പ്രാർത്ഥന ഫലിക്കുമെന്ന് എനിക്കൊരു സംശയം. ബി.ജെ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസമല്ലേ, വരാൻ പറഞ്ഞു. ചെന്നു. ജോസഫും കുടുംബാംഗങ്ങളും നേരം വന്നു. മേഘാലയക്കാരും പണിക്കാരനും അവിടെ നിന്നു. ഞാൻ ജോസഫ് ഊറാല, ആനാമ്പഴം എല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അച്ഛനായ എൻ്റെ മങ്ങിയ വിശ്വാസത്തെ നോക്കാതെ ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും ബലമുള്ള വിശ്വാസം കണ്ട് നിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളവും ആരംഭവുമായി ഈ പശുവിന് ഒരു ചെറിയ ചനയെങ്കിലും കൊടുക്കണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആനാമ്പഴപ്പാത്രം ഞാൻ ഞെക്കി. പശുവിൻ്റെ കൊമ്പേ, വാല്, അകടെ, മൂക്ക് എല്ലായിടത്തും വീണു. പാത്രം കാലിയായി. ഞാൻ ആശ്രമത്തിലേക്ക് പോയി. പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ പി.ജെയെ വിളിച്ചില്ല. കാരണം പശുവിന് ചന പിടിച്ചില്ലെങ്കിൽ നമുക്കല്ലേ നാണക്കേട്. കുറേ നാളുകൾ കഴിഞ്ഞു പി.ജെ ജോസഫ് വിളിച്ചു, അച്ഛാ, നമ്മുടെ വിശ്വാസം അത്ഭുതം പ്രവർത്തിച്ചു. പശു പ്രസവിച്ചു. പരിപ്പ് പശുക്കിടാവാണ്. ജോസഫ് അതിന് അനാർക്കിലി എന്ന് പേരിട്ടു. 20 ലിറ്റർ പാല് തൊഴിലുറ മിൽമയിൽ അതിൻ്റെ പാല് കൊടുക്കുന്നുണ്ട്. അച്ഛൻ വീട്ടിൽ വരണം, ഒരു ചായ കുടിക്കണം. പിന്നീട് പാർട്ടിക്കാരുടെ യോഗത്തിൽ കുറേ പേര് കൂടിയപ്പം അന്ന് പി.ജെ പറഞ്ഞു, അച്ഛൻ ഈ പുത്തമ്പരേശം വന്ന് പ്രാർത്ഥിച്ചു, പശുവിനെ ചന പിടിച്ചു, ദൈവത്തിൻ്റെ അത്ഭുതം. അന്ന് ജോസഫിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഔസേപ്പച്ചൻ്റെ വീട്ടിൽ പോയി പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ചന പിടിച്ചു, പ്രസവിച്ചു, പാല് കൊടുത്തവർ നേരാണ്. ഞാൻ പി.ജെ കള്ളം പറയുന്ന ആളല്ലോ, നേര് തന്നെ. എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. അതെന്താ, ഒരു പന്നിക്കുട്ടത്തി ഒരു ചനയും പിടിക്കാതെ കിടക്കുവാണ്, എന്തേലും ചെയ്ത് അതിനെ ഒന്ന് നേരെയാക്കി തരണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ട്. ഈശോ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2, ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ത്യാഗം. എന്താ ത്യാഗം? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. സാവൂൾ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ അടന്നു വീണു. യേശു പറയുന്നു, ഉപവാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ചെറിയ ത്യാഗം. പരനങ്ങാനം അസീസി ധ്യാനമന്ദിരത്തിൽ മണൽ വിരിച്ച ഒരു മുറിയുണ്ട്. കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ 2 മണിക്കൂർ അമ്മമാർ മുട്ടുകൂത്തി മണലിൽ കൈവിരിച്ച് കൊന്ത ചെല്ലും. അമ്മയുടെ ത്യാഗം കുഞ്ഞിൻ്റെ ഓർമ്മയായിട്ട് വരാൻ. നമുക്ക് ആരോഗ്യമുള്ളവർ, വെള്ളിയാഴ്ചകളിൽ ആരോഗ്യമുള്ളവർ ഒരു നേരത്തെ ഭക്ഷണമേ കഴിക്കാവൂ. ഒരു ദൈവസ്മരണയ്ക്ക് വേണ്ടിയാണ്. ആരോഗ്യം കുറവാണോ, ഒരു നേരത്തെ ഭക്ഷണം വേണ്ടിയാണ്. അസുഖമുണ്ടോ, ഇഷ്ടപ്പെട്ട പലയായിട്ടും അറിയാതെ വേണ്ടെന്ന് വെക്കണം. എന്തേലും ത്യാഗം. ഭാര്യയുടെ ത്യാഗം ഭർത്താവിന് ഗുണം, ഭർത്താവിൻ്റെ ത്യാഗം കുഞ്ഞുങ്ങൾക്ക് ഗുണം, ആ മക്കൾക്ക് ഗുണം. അച്ഛന്മാരുടെ ശിശുവിൻ്റെയൊക്കെ ത്യാഗം സഭയുടെ നന്മയെന്ന് പറയും. ത്യാഗം എടുക്കണം. ഇനി ആണുങ്ങൾക്ക് ത്യാഗം എടുക്കാൻ അല്പം പ്രയാസം കാണും. അത് സ്ത്രീകൾ പരിഹരിക്കണം. ആണുങ്ങൾക്ക് സഹനശക്തി കുറവല്ലേ, നമുക്കറിയാമല്ലോ. തലവേദന വന്നോ, ലോകമഹായുദ്ധം. വൈദ്യവേദന വന്നോ, സുനാമി. നെഞ്ചുവേദന വന്നോ, ഭൂമി ഉലുക്കം. സഹിക്കുകയല്ലോട്ട്. പക്ഷെ നല്ല അമ്മച്ചിമാർ തലച്ചോറി പഴുപ്പ, എന്നാലും പറയും കട്ടൻ ചായ കുടിച്ചറിയായിരുന്നു തലവേദന മാറുമോ. കുടൽ പഴുത്ത് പൊട്ടുക, ഉലുവാവളം കുടിച്ചറിയാം വലിയ മൂളിൽ മാറുമോ. സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമിഴ്നാടറിയാം, ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം, ലോകാവസാനം, പിന്നെ പരിപാടിക്കില്ലേ ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു മോൻ, അവനുണ്ടായപ്പോൾ എന്തൊരു വേദനയായിരുന്നു, എന്തൊരു വേദന. ഇനി ഈ ഒരു പരിപാടിക്ക് ഇല്ലെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞാൻ 11 പ്രാവശ്യം ദൈവത്തോട് ആലോചന ചോദിച്ചു, ഇനിയൊരു കുഞ്ഞ് വേണ്ടെന്നുള്ള എൻ്റെ തീരുമാനം ശരിയാണ് തെറ്റാണ്. അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് എൻ്റെ അച്ചു, ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. സഹനശക്തി സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. അപ്പം നമ്മൾ ത്യാഗത്തോടെ സഹനത്തോടെ പ്രാർത്ഥിക്കണം. 3, കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. നമുക്ക് അരിശവും ചൂടും ഒക്കെ ആകാം, പക്ഷെ ഉള്ളിൽ കള്ളം വെക്കരുത്. എന്നാ കുറ്റവും കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ കാപട്യം വരുത്. അതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത. നിഷ്കളങ്കല്ല കുഞ്ഞുങ്ങൾക്ക്. ഞാൻ കൊല്ലമള എന്ന സ്ഥലത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക, മിഷൻ ധ്യാനമാണ്. രാവിലെ ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടി ഞാൻ കയറി ചെല്ലുമ്പം ഒരു കൊച്ചു ആൺകുട്ടി അമ്മയുടെ എളിയിലിരിക്കുക. ഇതുകൂടി ഉരുപ്പെട്ട് അച്ഛന്മാരെ കണ്ടില്ല. കൊച്ചമ്മയോട് ചോദിച്ചു, എന്നതാ അമ്മ ഇത്? അമ്മ ഇതല്ല, ഈശോയ സ്തുതിയെല്ലാം പറഞ്ഞു. കൊച്ചു സ്തുതിയല്ലേ. ബെഞ്ചിൽ പോയി ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കയറിൻ്റെ പന്തലിൽ നല്ല പച്ച കോവയ്ക്ക തുടുത്ത് തൂങ്ങി കിടക്കുന്നു. 5-6 ഇളം കോവയ്ക്ക പറിച്ച് ഞാൻ കറുമുറ കഴിച്ചു തന്നു. ഉടനെ കൊച്ചമ്മയോട്, നോക്കമ്മേ, ദാണ്ടേ ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. കുഞ്ഞുങ്ങൾക്ക് കള്ളത്തരമില്ലല്ലോ. ഞാനൊരു പള്ളിയിൽ വികാരി അവിടെ ഇല്ല, ഒരു പരിചയക്കാരുടെ വീട്ടിൽ താമസിച്ചു, ഹൈറേഞ്ചില്ല.
പിറ്റേ ദിവസം രാവിലെ ഉള്ളൂ ബസ് യാത്രയ്ക്ക്. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പോരാനൊരുങ്ങുമ്പോൾ വീട്ടിലെ ഇളയ മോൻ, കൊച്ചു മോൻ, കോൾഗേറ്റിൻ്റെ പേസ്റ്റും ടൂത്ത് ബ്രഷുമായിട്ട് വന്നു പല്ലിലേക്കാൻ വേണ്ടി. ഞാൻ നോക്കിയപ്പോൾ ഈ ബ്രഷിൻ്റെ ചകിരി വിടർന്ന് നിൽക്കുന്നു, ആരോ തേച്ചതുപോലെ. ഞാൻ പറഞ്ഞു, മോനെ ഇത് അച്ഛന് വേണ്ട, അച്ഛൻ വിരലുകൊണ്ട് തേച്ചോളാം, നിങ്ങൾ തേക്കുന്ന ബ്രഷല്ലേ. ഉടനെ കൊച്ചിൻ്റെ മറുപടി, അയ്യോ ഞങ്ങളാരും തേക്കുന്നതല്ല, വിരുന്നുകാർക്ക് വച്ചിരിക്കുന്നതാണ് ഈ സാധനം. അപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമില്ലല്ലോ, എന്നാ കണ്ടാലും തുറന്നു പറഞ്ഞൊരു മനസ്സുണ്ട് കുഞ്ഞുങ്ങളെ പോലെ. കുഞ്ഞുങ്ങളുടെ ഹൈക്കമാൻഡ് ആരാ? അമ്മ അപ്പൻ, എന്നാ അപ്പീലില്ല. അമ്മ അപ്പൻ, അതിനപ്പുറം അപ്പീലില്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ. അവിടെ മനസ്സിൽ മറ്റൊരു അപ്പീലില്ല. 2 കൊച്ചുകുട്ടികൾ കട്ടപ്പനയിൽ നിന്നും തൊടുവഴിക്കുള്ള ബസ്സിൽ കയറി. ഭയങ്കരം തിരക്കാണ്, കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർ ഒന്ന് ഇളയത് ഒന്ന് മൂത്തതുവാ. അപ്പം ചെല്ലുമ്പം അവിടെ കാത്തു നിൽക്കും ആൾക്കാരെന്നാണ്. കുറച്ച് കഴിഞ്ഞു വെള്ളയാങ്കുടി ആയപ്പം ചോദിച്ചു കണ്ടക്ടറോട്, മൂലമറ്റോ ആറായോ? കണ്ടക്ടർ പറഞ്ഞു, ആകുമ്പം പറയാം, പോയിരുന്നോളാം. വാഴവരയായപ്പം മറക്കല്ല കേട്ടോ, പറയണം, പോയില്ലടാ പറയാമെന്ന് അരിച്ചു. ചെറുതോണി ആയപ്പം പറയാൻ മറക്കല്ലേ, ശല്യങ്ങൾ പോയിരിക്കുന്നുള്ളൂ. ബെരറ്റ് വിട്ടു. പിള്ളേർ പേടിച്ചു പോയി. അവർ സീരിയലിരുന്നോ ഉറങ്ങിപ്പോയി. കണ്ടക്ടറും അങ്ങ് ഉറങ്ങി. മൂലമരുന്ന് നിന്നപ്പം കയറാനിറങ്ങാൻ ആളില്ല. വണ്ടി അല്പം മുന്നോട്ടെടുത്തു. അപ്പോൾ ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ മൂലമരം പറയണമെന്ന്. എന്തൊരു പണിയായത്, ഈ ഉച്ചയാറായ സമയമല്ലേ, വേറെ വണ്ടിയെ കയറ്റി വിട്, അല്ല എങ്ങോട്ടാ പോലും ചോദിയില്ലേ. കണ്ടക്ടർ കരിശം വന്നു. ഉറക്കത്തിന്ന് ചാടി എന്നിട്ട് കണ്ടക്ടർ പറഞ്ഞു, ഇറങ്ങി പോടാ, ഇതാ മൂലമറ്റം, ശല്യപ്പെടുത്താൻ വേണ്ടി വരും. ഇപ്പം മൂത്തവൻ പറഞ്ഞു, അയ്യോ ഇറങ്ങുമൊന്നും വേണ്ട, പിന്നെ അമ്മ പറഞ്ഞായിരുന്നു മൂലമരുന്ന് ചെല്ലുമ്പം ബിസ്ക്കറ്റ് പാക്കറ്റ് പൊടിച്ചോരണം അനിയന് കൊടുക്കണമെന്നാണ് പറഞ്ഞ്, അതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ. പിള്ള മനസ്സിൽ കള്ളമില്ല, എന്ത് കേട്ടോ അതുപോലെ വിശ്വസിക്കും. ഇതുപോലെ ദൈവം എൻ്റെ അപ്പനാണ്, എനിക്ക് വേണ്ടുന്ന എല്ലാം തരും. ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴം കൂടെ നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? എന്നുള്ളതും നാളെ തീയിലെരിയുന്നതുമായ വയലിലെ പുല്ലിനെ ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ എത്രയധികമായി കരുതിയല്ല. കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. 4, പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലുള്ള ഒരു വരമാണ് കണ്ണുനീര്. കണ്ണുനീര് ഈശോ ബൈബിളിൽ 2 പ്രാവശ്യം കരഞ്ഞു. മത്തായി 23 ജെറുസലേമിനെ നോക്കി കരഞ്ഞു. 37 വർഷം കഴിഞ്ഞ് ആ നഗരം തകർന്നു വീണു. 2ാമത് യേശു കരഞ്ഞത് യോഹന്നാൻ 11:35 ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് യേശു കരഞ്ഞു. ആ നിമിഷം ലാസർ ഉയർത്തു വന്നു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി ചിറകടിക്കും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് കൊലുക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞു കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. എങ്കിൽ കുരിശിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തിരുവോസ്തിയിലെ ദൈവം ഇറങ്ങി വരും. ലോകത്ത് എല്ലാ ദ്രാവകങ്ങളും തറയെ വീഴും. പാല്, തേന്, എണ്ണ, വെള്ളം. പക്ഷെ തറയെ വീഴാതെ മുകളിലോട്ട് പോകുന്ന ഒരു ദ്രാവകം, നൊന്തു പറ്റിയ അമ്മയുടെ കണ്ണുനീര്, ജനിപ്പിച്ച അപ്പൻ്റെ കണ്ണുനീര്. അത് ഭൂമി വീഴുകയല്ല, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. ഓഗസ്റ്റ് അവസാനം കരഞ്ഞ് പ്രാർത്ഥിച്ച കണ്ണുനീരിൻ്റെ അമ്മയുടെ തിരുനാൾ വിശുദ്ധ മോനിക്ക. തൊട്ടു പിന്നാലെ കരഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട മകൻ വിശുദ്ധ അഗസ്റ്റിൻ. കരഞ്ഞുള്ള പ്രാർത്ഥന. ചിന്തകളെ അവസാനിപ്പിക്കാം. 5, പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമ. മത്തായി 18:9 മുതൽ 15 വരെ വാക്യങ്ങൾ. ഫരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. എളിമയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ടു. നമുക്കും എളിമ വേണം. അതിൻ്റെ അടയാളം എന്താ? നിങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങളുടെ നിയോഗം അച്ഛന്മാരെ പറഞ്ഞേൽപ്പിക്കണം. നിങ്ങളുടെ നിയോഗം സിസ്റ്റേഴ്സിനെ പറഞ്ഞേൽപ്പിക്കണം. നിങ്ങളുടെ നിയോഗം പ്രായമുള്ള അപ്പന്മാരെയും അമ്മമാരെയും പറഞ്ഞേൽപ്പിക്കണം. നിങ്ങളുടെ നിയോഗം പ്രാർത്ഥനാരൂപി വന്ന ആൾക്കാരെ പറഞ്ഞേൽപ്പിക്കണം. നമ്മൾ ചില കാര്യം രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. ഈ കാര്യം പറഞ്ഞാൽ എല്ലാവരും അറിയല്ലേ,
അത് പൊട്ട അഹങ്കാരമാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഉറപ്പുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വലിയ ബലവും ഒരു കട്ടിയും കിട്ടും, വലിയ കട്ടി കിട്ടും. പ്രാർത്ഥന ഏൽപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാവുന്ന ഏറ്റയാൾ മറന്നാലും ഏൽപ്പിക്കുന്ന കാണുന്ന ദൈവം മറക്കുകയില്ല, ദൈവം പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് ഞാൻ 6 വർഷക്കാലം ഉണ്ടായിരുന്നു. 2-ാം ശനിയാഴ്ചകളിൽ ഒരു വലിയ പ്രാർത്ഥന നടത്തുമായിരുന്നു. ആ പ്രാർത്ഥന നടത്തുമ്പോൾ ഏതാണ്ട് 1000-ഓളം ആൾക്കാർ വന്ന് പങ്കെടുത്തു പോയിരുന്നു. രാവിലെ 9-ന് തുടങ്ങും, 3:30-ക്ക് തീരും. ചൂട് കഞ്ഞി, പയറുതോരൻ, നാരങ്ങാച്ചാറ്, പപ്പടം ചുട്ടത് ഇന്ന് ആൾക്കാർ കൊടുക്കും. ഒരു 2-ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞപ്പം വിഴിഞ്ഞം ഭാഗത്തുനിന്ന് വരുന്ന മീൻ കച്ചവടക്കാരിയായ ഒരു 65 വയസ്സുള്ള സ്ത്രീ ദുഃഖത്തോടെ ഇരിക്കുന്നു. എല്ലാവരും പോയി കഴിഞ്ഞാൽ ചെന്നാൻ പറ്റി. എൻ്റെ അച്ഛോ ഭർത്താവ് സൗദിയിലാണ്, അറബി ക്രൂരനാണ്. 85 ഇന്ത്യൻ രൂപ ശമ്പള ഇനത്തിൽ അറബി കൊടുക്കാനുണ്ട്. പാസ്പോർട്ടും പിടിച്ച് വെച്ചിരിക്കുക. അച്ഛൻ്റെ ഇതുകൂടി പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടിയോൻ പറഞ്ഞൊന്ന് പ്രാർത്ഥിപ്പിച്ചേടി. അറബി മനസ്സുമാരി ശമ്പളം തന്നാൽ അതിൻ്റെ 10-1 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാവുന്ന നീ വാക്ക് കൊടുത്തേരെ. അച്ഛൻ പ്രാർത്ഥിക്കണം, കിട്ടിയാൽ 10-1 അച്ഛനും ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ശരി, പ്രാർത്ഥിക്കാം. 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ഇന്ന് ഈ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ 2-ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് ഈ സ്ത്രീ എന്നെയും നോക്കി പള്ളിമുറ്റത്തുള്ള നെല്ലിയുടെ തറയിലിരിക്കുന്നു. എനിക്ക് ആകെപ്പാടെ ഒരു ചമ്മലും പമ്മലും. കാരണം പ്രാർത്ഥന മൊത്തം മറന്ന അച്ഛനാണ് ഞാൻ ചോദിച്ചു, ആൻറ്റി അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അച്ഛ മാറ്റമുണ്ടോ എന്ന്. അച്ഛനോട് പറഞ്ഞതിൻ്റെ 10-ാം ദിവസം അറബി ശമ്പളം മൊത്തം കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. ഇന്നലെ കെട്ടിയാൻ പറഞ്ഞു പുത്തമ്പരയിലച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കിട്ടിയത്, കൊടുത്തേക്കണം 8,500 ഉണ്ടച്ച. വീർത്ത മടിയിൽ പ്ലാസ്റ്റിക് ഗ്ലാസിൽ പൊതിഞ്ഞ് വെച്ച മത്തിയുടെ ചെലുമ്പലും 1000 ഉളുമ്പുമുള്ള 185 നോട്ട് നീട്ടി നിവർത്തി തന്നു. ദൈവമറക്ക് വില. പ്രാർത്ഥന ചോദിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുക. അതുകൊണ്ട് നിങ്ങൾ വലിയ ധ്യാനമന്ത്രങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗം ചുമ്മാ എഴുതി വിടണം. പ്രാർത്ഥന ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. ചില കാര്യം വന്ന് തകർന്ന് മനസ്സൊടിഞ്ഞ് വല്ലാതെ നീറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കുക. ചുമ്മാ വെറുതെ വിട്. പ്രാർത്ഥന ചോദിക്കുക. പ്രശ്നങ്ങൾ ഉരുകിപ്പോന്ന കാണാം, ബുദ്ധിമുട്ടുകൾ മാറിപ്പോന്ന കാണാം. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളൊരു പാട്ട് പാടുന്നു. തുടർന്നൊരു 10 മിനിറ്റ് ചൂട് കാപ്പി കുടിക്കാനുള്ള വിശ്രമവേള. നമ്മൾ ഈ ഇടവേളയിൽ ആർക്കെങ്കിലും പ്രാർത്ഥനയോ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ പാത്രത്തിൽ ഇടാനായിട്ട് മറക്കാതിരിക്കുക. പാടാം. സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. നിന്നെ സ്നേഹിക്കും ദൈവം,
ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവനായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവനായകൻ ദൈവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കത്തോലിക്ക സഭയുടെ ഒരു ധ്യാനത്തിൻ്റെ പൂർണ്ണത ദൈവമാതാവായ മറിയത്തെക്കുറിച്ച് കൂടി പ്രത്യേകമെന്ന് ധ്യാനിക്കുമ്പോഴാണ്. മാതാവ് പറഞ്ഞു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സകല തലമുറകളും. നമുക്കറിയാം, ഈശോയുടെ പേര് കഴിഞ്ഞാൽ മനുഷ്യരേറ്റവും പറയുന്ന പേര് മാതാവിൻ്റെ പേരാണ്. ഈശോയുടെ തിരുനാൾ കഴിഞ്ഞാൽ മനുഷ്യനേറ്റവും ആഘോഷിക്കുന്ന തിരുനാളുകൾ മാതാവിൻ്റെ തിരുനാളാണ്. കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞു, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ചില സഭക്കാർ പറയും, മറിയം മുട്ടത്തോടാണ്, യേശു കോഴിക്കുഞ്ഞാണ്. മറിയം പഴത്തിലെയാണ്, യേശു പഴമാണ്. പക്ഷേ ബൈബിൾ എന്താ പറയുക? ഏലിശുവായെ കാണാൻ വേണ്ടി യൂദയാടെ മലഞ്ചെരുവിൽ മറിയം ചെല്ലുമ്പോൾ എലിസബത്ത് മരിത്തെ നോക്കി പറഞ്ഞത്, അയ്യോ, ഔസേപ്പൻ്റെ മെമ്പർ നോക്കിയ മറിയക്കുട്ടി എന്നെ കാണാമെന്നല്ലോ എന്നല്ല, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നല്ലോ. യേശുവിൻ്റെ പ്രസംഗം കേട്ട് പരിസരം പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞത്, നിന്നെ സംഭവിച്ച പഴത്തൊലിയും പാലൂട്ടിയ മുട്ടത്തോടും ഭാഗ്യമുള്ളവയെന്നല്ല, സംഭവിച്ച ഉദരവും പാലൂട്ടിയ വയോധനങ്ങളും ഭാഗ്യമുള്ളവ. ഇതാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഭയിലുള്ള ഒരു വലിയ സ്ഥാനം. അതുകൊണ്ടാണ് 4-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേം മറിയത്തെ വിളിച്ചു 2-ാം ഹൗവ. 1-ാം ഹൗവ പർദീസായിലെ ഹൗവ, ആരോടും മിണ്ടാത്ത കടന്നുപോയ സ്ത്രീ ഹൗവ. കെട്ടിയവനോടോ മക്കളോടോ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അഥവാ മിണ്ടിയാൽ തന്നെ ചെകുത്താനോട് പഴം ഇപ്പം പറിക്കണോ, നാളെ 8:15 പറിച്ചാൽ മതിയോ, ആകെ അത്രയും വേണ്ടിയിട്ടുള്ളൂ. പക്ഷെ 2-ാമത്തെ ഹൗവ മറിയം 3 പേരോട് സംസാരിച്ചു. ദൈവത്തോട്, ദൈവദൂതനോട്, ദൈവപുത്രനോട്. 2-ാം ഹൗവ. ഈ അമ്മയ്ക്ക് സഭയിൽ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാതാവിനെ ലുത്തിനിയാക്കി ചൊല്ലും. എന്തെല്ലാമാ പറയുക? യാക്കോബിൻ്റെ ഗോപിണിയെ, ആകാശമോക്ഷത്തിൻ്റെ വാതിലെ, വാഗ്ദാന പേടകമേ. നമ്മളോർക്കും ഏതോ ഒരു ചേട്ടൻ ഒരിക്കൽ കുത്തിയിരുന്ന് ചിന്തിച്ചെഴുതായിരിക്കുന്നത്. പല്ല് പൊങ്ങിയ കുഞ്ഞമ്മേ, കൊഞ്ഞയുള്ള മറിയാമ്മേ, തലപ്പേനുള്ള അന്നമ്മേ. ഇതാണ് ലുത്തിനിയ. ലുത്തിനിയ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. ആകാശമോക്ഷത്തിൻ്റെ വാതിലെ എസെക്കിയേൽ പ്രവാചകന് ഒരു ദർശനം. ഒരു ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു, ദൈവത്തിന് കയറി വരാൻ വേണ്ടി. അങ്ങനെ ദൈവത്തിന് ഇറങ്ങി വരാൻ മറിയത്തിൻ്റെ ഉദരം ആകാശമോക്ഷത്തിൻ്റെ വാതിലായി. മീരിയ വാഗ്ദാന പേടവും കൊണ്ട് മോശ പോയപ്പോൾ തുള്ളിച്ചാടി. അതുപോലെ മറിയത്തിൻ്റെ പേരിൽ ഈശോയെ കണ്ട് എലിസബത്തിൻ്റെ പേരിൽ യോഹന്നാൻ തുള്ളിച്ചാടി. വാഗ്ദാന പേടകമേ. ഓരോന്നിനർത്ഥമുണ്ട്. ചില പറയും കത്തോലിക്കരും ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും മാതാവിനെ ആരാധിക്കുന്നു. ഇല്ല, നമ്മളെല്ലാം വണങ്ങും. അപ്പസ്തോലിക സഭകൾ 3 ഉള്ളൂ. കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, അപ്പസ്തോലിക സഭ. ഈ 3 സഭകളിലും ഈശോ കഴിഞ്ഞാൽ പിന്നെ മാതാവിന് സ്ഥാനമുണ്ട്. മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലാണ് മാതാവില്ലാത്തത്. അപ്പം അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. പക്ഷേ പലരും പറയും മാതാവിനെ ആരാധിക്കുന്നു. ഇല്ല, മാതാവിനെ വണങ്ങുന്നു. വണക്കവും ആരാധനയും വ്യത്യാസമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആരാധന, മറിയത്തിന് വണക്കം. ലുത്തിനിയായാലും കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണേ. ആരെങ്കിലും പറയുമോ മാതാവെ അനുഗ്രഹിക്കണേ? ഇല്ല. മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധരുടെ കൂടുതലെ മൂത്ത ചേച്ചി നസറത്തിലെ മറിയമേ അപേക്ഷിക്കണമേ. ഇളയ അനിയത്തി പറഞ്ഞാത്ത അൽഫോൻസാമെ അപേക്ഷിക്കണമേ. കൊച്ചു പിള്ളേർക്ക് പോലും മാതാവിൻ്റെ റോള്. ഒരമ്മയും 7 വയസ്സുള്ള പെൺകുട്ടിയും കൂടെ ധ്യാനിക്കാൻ
പറഞ്ഞാൽ അസീസി വന്നു. അപ്പം ഈ പെൺകുട്ടി എൻ്റെ മുറി വന്നപ്പം ഞാൻ അവൾക്ക് 2 ചെറിയ നാരങ്ങാമുട്ടായി തിന്നാൻ കൊടുത്തു. നാരങ്ങാമുട്ടായി ഞൊണഞ്ഞോണ്ട് അവൾ ചോദിച്ചു, ജോസഫ് അച്ഛാ, ഒരു സംശയം ചോദിച്ചാൽ മറുപടി പറയാമോ? നമ്മൾ ചോദിക്കുക. അച്ഛാ, ആകാശമോക്ഷമുണ്ടല്ലോ? ഉണ്ട്. അതിൻ്റെ വാതിലുണ്ടല്ലോ? ഉണ്ട്. അച്ഛാ, ആകാശമോക്ഷത്തിൻ്റെ വാതിൽ കഴിയുമ്പം പിന്നെ എന്നതാ? നമ്മൾ അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷികൾ അല്ല അച്ഛാ, യോസേപ്പ് പിതാവും മാതാവും പോവച്ച. ഞാൻ പറഞ്ഞു, മരിച്ചു പോയ പൂർവീകർ. വെറുതെ ഉരുണ്ട് കളിക്കാതെ അച്ഛാ, വിവരമില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. 7 വയസ്സുകാരിയാണ്. നമ്മൾ നീ പറ. എൻ്റെ അച്ചോ, ആകാശമോക്ഷത്തിൻ്റെ വാതിൽ കഴിഞ്ഞാൽ പിന്നെ ഉഷകാല നക്ഷത്രമല്ലേ? കാരണം കൊച്ചിന് ലുത്തിനിയ കാണാപ്പാടും അറിയാം. ഈശോ കഴിഞ്ഞാൽ പിന്നെ മാതാവിന് സഭയിൽ ഒരു സ്ഥാനമുണ്ട്. ഈ അമ്മയെക്കുറിച്ച് പറയുന്നു, അമ്മ ആനന്ദിച്ചു. മലയാളത്തിൽ 2 വാക്ക്, ആനന്ദവും സന്തോഷവും. സന്തോഷമല്ല ആനന്ദം, ആനന്ദമല്ല സന്തോഷം. സന്തോഷം പുറലോകം തരുന്നതാണ്. ഒരു കഷ്ണം വർത്തമയം കൂടുമ്പോൾ സന്തോഷം, എണ്ണ കനച്ചു പോയാൽ മനപ്രയാസം. പുത്തുന്നണി ഉടുക്കുമ്പോൾ സന്തോഷം, ആണി കൊണ്ട് കീറിപ്പോയാൽ സങ്കടം. സന്തോഷം തരുന്നവർക്ക് സങ്കടം തരാം. പക്ഷെ ആനന്ദം ആണി അടിച്ചാലും പാര പണിതാലും കുത്തുവാക്ക് പറഞ്ഞാലും ആനന്ദം. ആനന്ദം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദം, ലോകാരൂപി തരുന്നത് സന്തോഷം. അമ്മയെ ആനന്ദിച്ചതിൻ്റെ പ്രധാന കാരണം ദൈവവചനത്തിന് മറിയം കൊടുത്ത 4 പ്രത്യുത്തരങ്ങൾ അമ്മയെ ആനന്ദിപ്പിച്ചു. ഒരു നോമ്പുകാല ധ്യാനത്തിൻ്റെ ഒരു സമാപന ചിന്തയിൽ ദൈവം പറയുന്നു, ദൈവവചനത്തിന് 4 പ്രത്യുത്തരം കൊടുക്കുന്നവരാകണം നമ്മൾ. 1, വചനം ശ്രവിച്ചു. 2, വചനം സ്വീകരിച്ചു. 3, വചനം ധ്യാനിച്ചു. 4, വചനം മാംസം ധരിച്ചു. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. 1, ശ്രവിച്ചു. മലയാളത്തിൽ 2 വാക്ക്, കേൾക്കുക, ശ്രവിക്കുക. ശ്രവണമല്ല കേൾവി, കേൾവിയല്ല ശ്രവണം. രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാനുള്ളതാണ്, ധ്യാനപ്രസംഗം ശ്രവിക്കാനുള്ളതാണ്. മുദ്രാവാക്യം വിളി കേൾക്കാനുള്ളതാണ്, ദൈവസ്തുതി ആരാധന ശ്രവിക്കാനുള്ളതാണ്. ചുമ്മാ കേൾക്കുന്നതെല്ലാം കേൾവി, പ്രാർത്ഥനാപൂർവ്വം കേൾക്കുന്നതെല്ലാം ശ്രവണം. മറിയം ദൈവത്തിൻ്റെ വചനത്തെ പ്രാർത്ഥനാപൂർവ്വം കേട്ടു, അവൾ ശ്രവിച്ചു എന്നാണ് പറയുക. ശ്രവിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ധ്യാന മന്ദിരങ്ങളുടെ ലോകത്തിലെ ഏക സ്ഥലം കേരളം. ഇന്ത്യയിൽ ഏറ്റവും തിന്മ പെരുകുന്നതും കേരളം. കൺവെൻഷനിൽ 10,000-25,000 പേര് വരുന്നു. രൂപതാ കൺവെൻഷൻ ഇരട്ടയായതിൽ, കട്ടപ്പനയിൽ, നാട്ടിൽ എല്ലായിടത്തും കൺവെൻഷൻ. 10,000-25,000 പേരും വരും. പക്ഷെ തിന്മയ്ക്ക് ഒരു കുറവുമില്ല. കൺവെൻഷൻ ഉള്ള കാലത്തേക്കാൾ കുറവായിരുന്നു പെണ്ണുങ്ങളുടെ, മുസ്ലിങ്ങളുടെ പുറകെയുള്ള ഓട്ടം. ഒരുപാട് കൺവെൻഷൻ വർദ്ധിച്ചപ്പോഴും ഓട്ടം വർദ്ധിച്ചു. കൺവെൻഷനൊക്കെ വരുന്നതിന്, ധ്യാനം വരുന്നതിന് മുമ്പ് ഡൈവോഴ്സ് ഇതിൻ്റെ 10-1. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ 10 ഇരട്ടിയായി ഡൈവോഴ്സ്. ആരെയും പരിഹസിച്ച് പറയല്ല, നമ്മുടെ കുഴപ്പമാണ്. ശരിക്കും ശ്രവിക്കുന്നില്ല, ചുമ്മാ കേൾക്കാൻ പോന്നു. 80കളിൽ പോട്ടയ്ക്ക് കേൾക്കാൻ പോയി, 90ൽ അട്ടപ്പാടിക്ക് കേൾക്കാൻ പോയി, 2000ൽ അണക്കരയെ കേൾക്കാൻ പോയി, ഞങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ഇടവധ്യാനം കേൾക്കാൻ പോയി. കേട്ടു, തിരിച്ചു പോന്നു. ചിലർ പോയവർ തന്നെ പോയെടുത്ത് പിന്നെയും പൊക്കോണ്ടിരിക്കും. ഒരു വളർച്ചയില്ല, ചുമ്മാ പോയെടുത്ത് പിന്നെയും കേൾക്കാൻ പോകും, കേട്ടിട്ട് തിരിച്ചു പോരും. നമ്മൾ കേൾക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ധ്യാന ദിവസങ്ങളിൽ മുഴുവൻ സ്തുതിപ്പ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കാരണം കേൾവിയാണ്, ശ്രവണമില്ല. 2, സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വചനത്തെ സ്വീകരിച്ചു. ചിലപ്പോൾ നമ്മൾ ശ്രവിക്കും, സ്വീകരിക്കുകയല്ല. ഈ 3 ദിവസങ്ങളിൽ ഇടവക മുഴുവൻ ഇവിടെ സന്നിഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ശ്രവിക്കുന്നു. എത്ര പേര് സ്വീകരിക്കുന്നു? ധ്യാനം കൂടുമ്പോഴും ചിലെങ്കിലും ഓർക്കും, അച്ഛൻ പറഞ്ഞ കാര്യം കേൾക്കേണ്ട ചില അവന്മാർ വന്നില്ലല്ലോ, അവളുമാർ വന്നില്ലല്ലോ. കേൾപ്പിക്കാനാണ് ഇഷ്ടം. ചില പള്ളികളിൽ ധ്യാനിപ്പിക്കുമ്പോൾ പ്രായമായ കാരണവന്മാർ പറയും, അച്ഛൻ്റെ ഭാഷയിൽ കടുപ്പത്തിൽ എന്ന് പറഞ്ഞേക്കണം, പിള്ളേർ ഞങ്ങളെ അനുസരിക്കുന്നില്ല. ചെറുപ്പക്കാർ പറയും, അച്ഛൻ്റെ ഭാഷയിൽ
കട്ടി പറയണം. കാരണന്മാർ ഞങ്ങളെ മനസ്സിലാകുന്നില്ല, എല്ലാവർക്കും കേൾപ്പിക്കാൻ ഇഷ്ടം. ഇപ്പം തന്നെ ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നതല്ല തോന്നും, ഇതെനിക്കുള്ളതല്ല, ഇത് വേറെ ആർക്കും ഉള്ളത്. ഒരച്ഛൻ ഇങ്ങനെ പള്ളിയിൽ പ്രസംഗിച്ചു. 15 മിനിറ്റ് ആയപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പതറിപ്പോയി. ഇപ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു, സത്യമായി ഞാൻ പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും, ഇത് സത്യം. എല്ലാവരുടെയും തല കുനിഞ്ഞു പോയി. മുന്നിലുള്ളവർ കുനിഞ്ഞിരുന്നു. ഇത്രയും കട്ടിയുള്ള വാക്ക് പറഞ്ഞല്ലോ. ഏറ്റവും മുമ്പിരുന്ന കുറേ കാരണവന്മാർ ചിരിച്ചു. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അധികം താമസിയാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ മുണ്ട് ചരച്ച് കുത്തി ബട്ടൻസ് വീഴ്ത്തി ഞെളിഞ്ഞൊരു ഇരിപ്പ്. അച്ഛന് തോന്നി പറഞ്ഞത് പിടികിട്ടിയില്ല. അച്ഛൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം, സത്യമായി പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരായ നിങ്ങളെല്ലാം മരിക്കും. അവൻ ഒന്നുകൂടെ ഞെളിഞ്ഞിരുന്നു. കുർബാന കഴിഞ്ഞു. അച്ഛൻ പുറത്തിറങ്ങി. ആൾക്കാർ കുനിഞ്ഞു നടന്നു. ഇവൻ മുണ്ട് അല്പം കൂടെ പൊക്കി കുത്തി ബട്ടൻസും വിളി ഞെളിഞ്ഞൊരു നടപ്പ്. അച്ഛൻ തോളെ തട്ടി പറഞ്ഞു, സ്നേഹിത, ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരെ നിങ്ങളെല്ലാം മരിക്കും. നീ എന്താ ചിരിച്ചുകൊണ്ട് പോകുന്നത്? അമ്മ, അച്ഛാ, ഞാൻ ഈ ഇടവക്കാരനല്ല, കുർബാന കാണാൻ വന്ന ആളാണ്, ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അപ്പം നമ്മൾ സ്വീകരിക്കണം. 1 ശ്രവിച്ചു, 2 സ്വീകരിച്ചു, 3 ധ്യാനിച്ചു. ബൈബിളിൽ 2 വാക്കുകൾ. യോഹന്നാൻ പറയുന്ന വാക്ക് ഓർത്തു, ലൂക്ക പറയുന്ന വാക്ക് സംഗ്രഹിച്ചു. അർത്ഥം ധ്യാനിച്ചു. അച്ഛൻ പങ്കുവെച്ച കൊച്ചു ചിന്തകൾ ഇവിടം കൊണ്ട് തീരരുത്. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നമ്മുടേതായ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനകളിലൊക്കെ ഈ ചിന്തകളൊക്കെ നമ്മൾ പങ്കുവെക്കണം. അങ്ങനെ അടുത്ത കുറേ നാളുകളിലേക്ക് ഇത് ധ്യാന വിഷയമായിട്ട് മാറണം. പലപ്പോഴും നമ്മൾ ശ്രവിക്കും, സ്വീകരിക്കും, ധ്യാനിക്കാറില്ല. സത്യം പറഞ്ഞാൽ വചനം നമ്മൾ ധ്യാനിച്ചാൽ പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കൂടും. കേൾക്കാൻ പോയോ കേൾക്കുന്ന ദിവസം കൊണ്ട് തീർന്നു, പിന്നെ പള്ളിയിൽ പോകത്തില്ല. അച്ഛൻ്റെ ധ്യാനം വിജയിക്കുന്നത് ഒരു 10 പേര് കൂടി ഈ അൾത്താരയുടെ മുമ്പിൽ അനുദിന കുർബാനയ്ക്ക് വരുമ്പോഴാണ് ധ്യാനം ഇഫക്റ്റീവായത്. അല്ലെങ്കിൽ ചുമ്മാ ഓരോരോ വെറൈറ്റി കേൾക്കാൻ പോയി ചിരിച്ചു കളിച്ചു തീർന്നു. അപ്പം നമ്മൾ ധ്യാനിക്കുമ്പോൾ അല്പം കൂടെ അൾത്താരയ്ക്കും തമ്പുരാനും പ്രാധാന്യം കൊടുക്കും. ചിലരൊക്കെ ധ്യാനം കൂടാൻ പോവും, കുർബാനയ്ക്ക് പോവുകയില്ല. ഒരു പള്ളിയിൽ അണ്ണാൻ്റെ ശല്യം. പ്രായമുള്ള വികാരിയച്ഛനാണ്. അണ്ണൻ കാർപ്പറ്റ് വെട്ടി കയറ്റുവാ വെട്ടി അച്ഛൻ സഹിച്ചു. അൾത്താരവിധി വെട്ടിയപ്പം അച്ഛൻ അരിശം വന്നു. കുറച്ച് കഴിഞ്ഞ് അണ്ണൻ കുർബാനക്കുപ്പായിരിക്കുന്ന അലമാര അടുക്ക ചെന്നു. അരിശം വന്ന അച്ഛൻ 100 പേരുടെ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു കൂടി. അൾത്താര സഖ്യം, മിഷൻ ലീഗ്, പിതൃവേദി, മാതൃവേദി, വിൻസെൻ്റ് പോൾ 100 പേര് വന്നു കൂടി. അച്ഛൻ പറഞ്ഞു, അണ്ണാൻ്റെ ശല്യം അപാരം. ഈ ശല്യം ഒഴിവാക്കാൻ, അണ്ണാൻ്റെ പള്ളിയിലുള്ള വരവ് നിർത്താൻ എന്താ മാർഗം? പിള്ളേർ പറഞ്ഞു, പള്ളിയിൽ നിന്ന് സ്പോൺസർ ചെയ്താൽ മതി, തെറ്റാലി ഞങ്ങൾ തെറ്റിക്കൊന്നോളാം. ചെറുപ്പക്കാർ പറഞ്ഞു, ഏറകം തന്നാൽ മതി, ഷൂട്ട് ചെയ്തോളാം. കാരണന്മാർ പറഞ്ഞു, അടിച്ച് ബോധം കെട്ടി ചാക്കി കെട്ടി കടലിൽ കൊണ്ടുകയറിയാം. ചിലർ പറഞ്ഞു, വിഷം വെച്ച് കൊല്ലാം. ഓരോ അഭിപ്രായം. അപ്പോൾ 82 വയസ്സുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ 8 പതിറ്റാണ്ട് കാലത്തെ ജീവിതാനുഭവത്തിൽ അണ്ണാൻ്റെ പള്ളിയിലുള്ള വരവ് നിൽക്കാൻ വെടിവെച്ചിട്ടോ തെറ്റിയിട്ടോ വിഷം കൊടുത്തിട്ടോ കാര്യമില്ല. ഒരു മാർഗ്ഗമേ ഉള്ളൂ, അണ്ണാനെ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്താൻ. ആൾക്കാർ ചോദിച്ചു, എന്താ? അദ്ദേഹം പറഞ്ഞു, എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോദീസ മുക്കുക. പിന്നെ വർഷത്തിൽ 3 പ്രാവശ്യമേ അണ്ണാൻ പള്ളി വരുള്ളൂ. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ. എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെയുണ്ട്, മന്നാത്തറ പള്ളിയിലുണ്ട് ECG കത്തോലിക്കൻ. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ, ഈ 3 ദിവസമേ വരുള്ളൂ. ഇപ്പോൾ ദൈവത്തിൻ്റെ ബലത്തെ അനുഭവിച്ചാൽ, ധ്യാനിച്ചാൽ ഒരിക്കലും നമുക്ക് അകന്നു പോകാൻ പറ്റിയാൽ അടുത്ത് വരും. 4 വചനം മാംസം ധരിച്ചു. ശ്രവിച്ച വചനത്തെ മാംസം ധരിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അല്പം കൂടെ മരിയ ഭക്തിയിൽ വളരുമ്പോൾ, അല്പം കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, അല്പം കൂടെ പാപരഹിതരായി ജീവിക്കുമ്പോൾ, അല്പം കൂടെ കുടുംബ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ, അല്പം കൂടെ വിശ്വാസത്തിൽ വളരുമ്പോൾ ശ്രവിച്ച വചനം മാംസം ധരിച്ചു. ജീവിതത്തിൽ ഈ ഒരു അരൂപിലേക്ക് നമ്മൾ മാറണം. ലോകത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആളെ, ബഹിരാകാശപ്പെട്ട ആളെക്കുറിച്ച് UN രേഖ പറയും. ലോകത്തിൽ 3 സ്ത്രീകളാണ് ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച പ്രധാനമന്ത്രിമാർ. 1 ഇസ്രയേലിൽ ഗോൾഡ മേയർ, 2 ഇംഗ്ലണ്ടിൽ മാർഗരറ്റ് താച്ചർ, 3 ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി.
ജീവനെ പറയാൻ കാരണം ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് ഒരാളെ ബഹിരാകാശത്ത് വിട്ടത്. വേറെ ആരും വിട്ടിട്ടില്ല. ആദ്യം വിട്ടു 1950 രാകേഷ് ശർമ്മ. ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പ്രത്യേക ഫോണിലൂടെ വിളിച്ചു ചോദിച്ചു, രാകേഷ് ഹമാര ഭാരത് കൈസ്, നമ്മുടെ ഇന്ത്യ കണ്ടാൽ എങ്ങനെയുണ്ട്? രാകേഷ് ശർമ്മ പറഞ്ഞു, മാഡം ഹമാര ഭാരത് സാരേ ജഹാംസെ അച്ഛ, നമ്മുടെ ഇന്ത്യ ലോകത്ത് കാണാൻ ഏറ്റവും ഭംഗിയുള്ളതാണ്. 2024 വർഷം മുമ്പ് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞു, എനിക്ക് മനുഷ്യനായി മാംസം ധരിക്കണം. വെടിപ്പും വിശുദ്ധിയുള്ള ഒരു നല്ല സ്ത്രീയുടെ ഗർഭപാത്രം എവിടെയുണ്ടെന്ന് നോക്കുക. ഗബ്രിയേൽ നോക്കി ഭൂമിയിൽ നസ്രത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മറിയത്തെ കണ്ടു. ഗബ്രിയേൽ പറഞ്ഞു, മറിയത്തെ നോക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞു, മേരി സാരേ ജഹാംസെ അച്ഛ, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. അങ്ങനെ ദൈവം മുദ്രകുത്തി മറിയത്തെ എടുത്തു. ഈ മറിയം ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. ദുഃഖങ്ങളും വേദനകളും ഒഴിഞ്ഞ ഒരു കാലമില്ല. അത് റോഡിലെ ബമ്പ് പോലെ, ആകാശമേഘം പോലെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പം പ്രിയപ്പെട്ടവരുടെ മരണം, ചിലപ്പോൾ ഒരു അപകട മരണം, സാമ്പത്തിക തകർച്ച, ഒരു പേരുദോഷം, നന്നായിട്ട് പോകുമ്പം എന്തേലും, ചിലപ്പം മക്കളെ പ്രതി പല വിധത്തിൽ നമുക്കൊരു സഹനം വരും. അങ്ങനെ സഹനം വരുമ്പം തളരരുത്, അതിൻ്റെ നടുവിൽ വളരണം. ഇതാണ് അമ്മ പഠിപ്പിക്കുക. അമ്മ എന്ത് വേദനിച്ചവളാ, അതിന് നടുവിൽ അമ്മ പിടിച്ചു നിന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ ഈ ഒരു പാഠം മറിയുന്നത് പഠിക്കണം. ചില ആൾക്കാരെ ഹൈറേഞ്ചിൽ കണ്ടിട്ടുണ്ട്. 10 കിൻഡൽ കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തണ്ടിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. അങ്ങനെ കരയാൻ പോയാൽ ഒന്നിനും അന്ത്യമില്ലല്ലോ. ജീവിതം 2 ആൽബങ്ങളാണ്. 2 ആൽബങ്ങൾ. നമ്മുടെ എല്ലാ വീട്ടിലും 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ, മറ്റേത് ദുഃഖത്തിൻ്റെ. സന്തോഷത്തിൻ്റെ ആൽബം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, വീട് വെഞ്ചിരിപ്പ്, ഒത്തുകല്യാണം, കല്യാണം, അവാർഡ് കിട്ടി, ആ ഫോട്ടോ സന്തോഷത്തിൻ്റെ ആൽബം. ദുഃഖത്തിൻ്റെ ആൽബം അപ്പൻ്റെ അമ്മയുടെ ശവമടക്ക്, അപ്പൻ്റെ അമ്മയുടെ ശവമടക്ക്. വണ്ടി അപകടത്തിൽ കയ്യും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് കാഷ്വാലിറ്റി കിടന്ന ഫോട്ടോ, ആ ദുഃഖത്തിൻ്റെ ആൽബം. ജീവിതത്തിൽ ദുഃഖവും സന്തോഷവുമുണ്ട്. ചിലർ ദുഃഖത്തിൻ്റെ ആൽബം നോക്കി എന്നും കരഞ്ഞുകൊണ്ടിരിക്കും, സന്തോഷത്തിൻ്റെ ആൽബത്തെ നോക്കാറില്ല. അത് തെറ്റാണെന്നാണ് മറിയം പഠിപ്പിക്കുക. കുറേ നാളുകൾക്ക് മുമ്പ് 50 വയസ്സുള്ള സ്ത്രീ 15 വയസ്സുള്ള 10 പഠിക്കുന്ന മോനെയും കൊണ്ട് എൻ്റെ കൊണ്ടുവന്നു. പേന വെച്ചിരിക്കണം, മോൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം, അല്പം ഉപദേശവും കൊടുക്കണം. ഈ സ്ത്രീ ആണെങ്കിൽ വല്ലാതെ കറുത്ത നിറമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട്, എന്നാ പറയാനാ വെച്ചാൽ, കറുപ്പ് മോശം നിറവാണോ? നമ്മളല്ല. കോഫി അന്നൻ കരമനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കരമ്പരല്ലേ? അതെ. വെസ്റ്റ് ഇൻഡീസുകാരൻ കരമ്പരല്ലേ? അതെ. എൻ്റെ അച്ചോ, അവിടെയൊക്കെ കറുപ്പ് ഒരു മഹാഭാഗ്യം, പക്ഷെ എൻ്റെ ഈ കറുപ്പ് ഒരു മഹാശാപം. ഞാൻ അതെന്താ, ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക. കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക. ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. ഈ വിളി കേട്ടും മടുത്തു. ഞാൻ വേണ്ട, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ 10 തോറ്റു പോവും, ഗതി പിടിക്കൽ. കണ്ണൂരിൽ അവനെ വിരട്ടി വിട്ടു. അമ്മ വെച്ചാൽ നീ മേലിൽ ഞാൻ അമ്മയെ കാക്കയെന്ന് വിളിക്കത്തില്ല. 5-6 മാസത്തേക്ക് വന്നില്ല. മദ്യവേനൽ അവധിക്ക് ഈ സ്ത്രീ ഈ മോനെയും കൂട്ടി വന്നു. മുഖം പൂർവാധികം ഇരുണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വാർത്തകളൊക്കെ? അപ്പം ആ സ്ത്രീ പറഞ്ഞു, എന്നാ വാർത്ത വെച്ചാൽ ഒരു ഇതുമില്ല, ഒരേതാണ്ട് പോലെ, ഒരു ഇതുമില്ല, ഒരേതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? എന്നാ പറയാനാച്ചാ? കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കുക. ഞാൻ ചേട്ടാ, നീ അമ്മേ നീ കാക്കയെന്ന് വിളിച്ചോ? വിളിക്കുകയായിരുന്നു. അച്ഛനോട് പറഞ്ഞതല്ലേ. പിന്നെ അമ്മയുടെ സങ്കടം അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക, ഞാൻ എന്നാ ചെയ്തെന്ന്. ഞാൻ വെറുതെ കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, മോനും വിളിച്ചില്ല, പിന്നെ ഈ സങ്കടം എന്താ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട. ഇവൻ എപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോൾ ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. കാക്കയെന്ന് വിളിക്കല്ല, ഇങ്ങനെ കാണിക്കും. ജീവിതം ഇങ്ങനെ എല്ലാം നന്നായിട്ട് കെട്ടിയവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. തളരരുത്. ഭാര്യ കാണിക്കും, വാടരുത്. മക്കൾ കാണിക്കും, വീഴരുത്. വേദനയുടെ നടുവിൽ ഉയരാൻ പഠിക്കണം.
അങ്ങനെ പഠിപ്പിച്ചു പരിശുദ്ധ മറിയം. ഒരു വേദന വരുമ്പോൾ നിരാശപ്പെട്ട് കുടിക്കാൻ തുടങ്ങിയാൽ വേദന മാറുമോ? ഒരു വേദന വരുമ്പം ഉഴപ്പാൻ തുടങ്ങിയാൽ വേദന മാറുമോ? ഒരു നൊമ്പരം വരുമ്പോൾ ചുമ്മാ ചൂടായാൽ പ്രശ്നം തീരുമോ? നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ജീവിതത്തിൽ. ഏത് വേദനയുടെ നടുവിൽ ശിരസുയർത്തി നടുവുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റണം. നിങ്ങളും ഞാനും ഉറുമ്പും പാറ്റയല്ല, തിരുമിച്ചാകാൻ പറ്റിയല്ല. ഒരാഴ്ചയേ ഉള്ളൂ, അത് വരുന്നത് വെച്ച് കാണും. ആ ധൈര്യവും ആ ശക്തിയും അത് വേണമെന്ന മറിയം പഠിപ്പിക്കുക. ഇവിടെയാണ് ലൂക്കാസ് വിശേഷകൻ മറിയം ആനന്ദിച്ചതിൻ്റെ 5 കാരണങ്ങൾ ഈ ധ്യാനത്തിൽ ഈ നോമ്പുകാലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 1, ദൈവം തൊട്ട ജീവിതം. ലൂക്ക 1:26 മുതൽ വാക്യങ്ങൾ. ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത കൊടുത്തപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി, മറിയെ സമർപ്പിച്ചു. ദൈവം തൊട്ട ജീവിതം. ദൈവം ഒരാളെ തൊടുമ്പോൾ ആ വ്യക്തി ആനന്ദിക്കും. കാരണം ദൈവം തുടർക്ക് ഒരു ഉറപ്പുണ്ട്, ഒന്നും സ്ഥിരമല്ല, എല്ലാം കടന്നു പോകും. സന്തോഷം കടന്നു പോകും, സങ്കടം കടന്നു പോകും, കണ്ണുനീര് കടന്നു പോകും, പുഞ്ചിരി കടന്നു പോകും, ദാരിദ്ര്യം കടന്നു പോകും, സമ്പത്ത് കടന്നു പോകും, സൽപ്പേര് കടന്നു പോകും, ദുഷ്പേര് കടന്നു പോകും, എല്ലാം കടന്നു പോകും എന്നുള്ള ഒരു ഉറപ്പ് നമ്മളെ ആനന്ദിപ്പിക്കും. ഉൽപ്പത്തി 2:10 ആദം ഹവ്വ നിങ്ങൾ ഉടമസ്ഥരല്ല, സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രമാണ്. ഇതാണ് നമ്മുടെ ഉറപ്പ്. എല്ലാം കടന്നു പോകും. അങ്ങനെ ഉറപ്പുള്ള ആൾക്ക് എന്തു വന്നാലും ചുമ്മാ ക്ഷമിക്കും, പോട്ടേന്ന് വെക്കും. ആ ഉറപ്പില്ലേ, കുർബാനയ്ക്കും കുമ്പസാരത്തിനും ഒക്കെ പോകും, കുർബാന സ്വീകരിക്കും. പക്ഷെ ചുമ്മാ കൊച്ചു കൊച്ചു പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു ചാക്കോച്ചേട്ടനും എഴുതാമച്ചേട്ടത്തിയും 2 പേരും നല്ലവരാ. പക്ഷേ അരിശം വന്നോ ക്ഷിപ്രകോപം പൊട്ടിത്തെറി എഴുതിയാട്ടവാ. 1 മാസം പിണങ്ങിയിരുന്നു. ഞായറാഴ്ച രാവിലെ 7 മണി കുർബാനയ്ക്ക് ഏലിയാമ്മച്ചേട്ടി പള്ളിയിൽ പോയി. ചാക്കോ പ്ലാവിൽ കയറി ചക്ക വെട്ടിയിട്ടു. വൈകിട്ട് പോത്തും ചക്കയും കൂടെ കഴിക്കാൻ വേണ്ടി വെട്ടിയിട്ട ചക്ക ചാക്കോ വരുന്ന പ്ലാവിൻ്റെ കൊമ്പേ വീണു. ചാക്കോയും ചക്കയും കൊമ്പും കൂടെ ഒരുമിച്ച് ഒടിഞ്ഞ് താഴെ വീണു. ചാക്കോയുടെ ഒരം തന്നെ ഉപ്പൂറ്റി ഒഴുകി. തൊലിയുടെ പുറത്ത് ഒരുപാട് കീറലുണ്ടായി. ആൾക്കാർ താങ്ങി എഴുതു. ചാക്കോ ചേട്ടനെ ആശുപത്രി കൊണ്ടുവന്നു. കുറെ പള്ളി ചെന്ന് പറഞ്ഞു, ഏലിയാമ്മേ കെട്ടിയവൻ ചാക്കോയ്ക്ക് അപകടം പറ്റി, ഓടിവാ. അയ്യോ അയ്യോ എൻ്റെ ചാക്കോ. എല്ലാം പറഞ്ഞ ഭാര്യ നെഞ്ചത്തടിച്ച് ആശുപത്രി വന്നു. ഇഞ്ചക്ഷൻ കൊടുത്തു, ഗുളിക കൊടുത്തു, മരുന്ന് തൂത്തപ്പം ചാക്കോ ചേട്ടൻ നൊമ്പരം പോയി. ചാക്കോ ചേട്ടൻ കട്ടിലിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ആൾക്കാർ ചിരിച്ചു. എന്നാലും മറിയാമ്മ വീർത്ത മുഖത്തോടെ അയ്യോ അയ്യോ അയ്യോ. ഏലിയാമ്മ ഇങ്ങനെ ഇടിയോടിടിയ. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഏലിയാമ്മ ചേട്ടത്തി ചാക്കോയുടെ നൊമ്പരവും വേദനയും പോയല്ലോ, പിന്നെ എന്തിനാ ഏലിയാമ്മ ചേട്ടത്തി കരയുന്നത്? അപ്പോൾ ഏലിയാമ്മയുടെ മറുപടി, വേദന പോയെന്ന് പറഞ്ഞാലും ചാക്കോ പ്ലാവേന്ന് വീഴുന്നത് കാണാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ സങ്കടമാണ്. ഇപ്പം നമുക്കിങ്ങനെ ഉണ്ടെന്ന് വരിയിലും ഈ വാശിയും പിണക്കും ഉള്ളിൽ കിടക്കും. ദൈവം തൊട്ടിരുന്നില്ല. ദൈവം തൊടുമ്പോൾ ഉറപ്പ് ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഭാര്യ എൻ്റെ സ്വന്തമല്ല, ഭർത്താവ് എൻ്റെ സ്വന്തമല്ല, മക്കൾ എൻ്റെ സ്വന്തമല്ല. ദൈവം തന്ന ദാനം. ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകം പ്രവാചകൻ. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായ ദൈവം വെച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ. അമ്പിനെയും വില്ലിനെയും വില്ലാളി സ്നേഹിക്കുന്നു. സൂക്ഷിപ്പുകാരും കാവൽക്കാരും. ഞങ്ങൾ സെമിനാരി ചേരുന്ന കാലത്ത് അധികാരികൾ പറയും, നമ്മുടെ സന്യാസമൂഹം അംബാനി അദാനിമാരെ പോലെ ഉള്ള സ്റ്റാറ്റസ് അല്ല, ഇടത്തരക്കാരൻ്റെ സഭയാണ് കപ്പുച്ചിൻ സഭ. അതുകൊണ്ട് താന്ന ജീവിതശൈലി പഠിക്കണം. എന്നിട്ട് പറയും, 2 കൂട്ടം ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം. ഞങ്ങൾ 1, മുടി ബാർബറെ കൊണ്ട് വെട്ടിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണം. 2, തുണി അലങ്കാരം കൊണ്ട് അലക്കിപ്പിക്കരുത്, ഞങ്ങൾ തന്നെ അലക്കണം. ഇത് സഭയുടെ നിയമമാണ്. എല്ലാ കപ്പുച്ചിൻ വൈദികർക്കും മുടി വെട്ടിൽ ഡബിൾ ഡോക്ടറേറ്റും ബിരുദാനന്തര ബിരുദമുണ്ട്. ഞാൻ 1980 സെമിനാരി ചേർന്നു. 2-ാം ദിവസം സുപ്പീരിയർ അച്ഛൻ ചീപ്പും കത്തിയെന്നുണ്ട് പറഞ്ഞു, മോനെ കുലത്തൊഴില വെട്ടിപ്പടിച്ചോളാൻ പറഞ്ഞു. കഴിഞ്ഞ 42 വർഷമായിട്ട് എൻ്റെ സഭാംഗങ്ങൾ വെട്ടിപ്പടിക്കുന്ന തല ഈ തലയാണ്. ഇതിലേത് കൊത വീണാലും ഒരിക്കലും അറിയാൻ പറ്റുകയില്ല. ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ കൂടെ ഒരു വലിയച്ഛൻ പട്ടം കിട്ടിയ കാലം മുതൽ മിസോറാമിലെ ഐസോളിലായിരുന്നു. 80-ാം വയസ്സ് തിരിച്ച് നാട്ടിൽ വന്നു. അവിടെ ബാർബർമാരാണ് മുടി വെട്ടുക. അവിടെ അച്ഛന്മാരില്ലല്ലോ കൂടെ നിൽക്കാനായിട്ട്. 4-3-7 മുടിയേ തലയിലുള്ളൂ.
എന്നാലും ബാർബർ ഷാപ്പിൽ വെട്ടിച്ച് വടിച്ച് പൗഡർ ഇട്ടാലേ അച്ഛന് സുഖമുള്ളൂ. എന്നോട് പറഞ്ഞു, ബാർബർ ഷാപ്പിൽ കൊണ്ട് മുടിയൊന്ന് വെട്ടിപ്പിക്കാവോ? ഞാൻ കയ്യെ പിടിച്ച് കൊണ്ടിരുന്നു. ബാർബർ കൃഷ്ണൻ മുടി വെട്ടി. അന്ന് ബാർബർ ഷാപ്പിൽ 70 രൂപ മുടി വെട്ടുന്നതിൻ്റെ ചാർജ്. മുടിയില്ലാത്ത അച്ഛൻ്റെ മുടി വെട്ടിയിട്ട് ഈ ബാർബർ എന്നോട് 80 രൂപ ചോദിച്ചു. നമ്മൾ തന്നെ മര്യാദകേടാ. മുടിയുള്ളവർക്ക് 70, മുടിയില്ലാത്ത അച്ഛൻ 80. അപ്പം ബാർബർ പറഞ്ഞു, ജോസഫിനൊന്നും തോന്നല്ലേ, ഈ അച്ഛൻ്റെ മുടി കണ്ടുപിടിക്കാൻ 10 രൂപ, വെട്ടാനായിട്ട് 70 രൂപ, അങ്ങനെ ടോട്ടൽ 80 രൂപ. മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണം. മുടി അതുപോലെ തുണിയലക്ക്. എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ തുണിയലക്കാണ്. അലക്കാണ്ട് വെളുക്കത്തുമില്ല, ഓരം കാഴ്ചപ്പെടുന്ന നൊമ്പരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിശ്രമിക്കുന്ന ആഴ്ചകളിൽ ആശ്രമത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ ഒരു അലക്കുകാരൻ പത്മനാഭനുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് 2 പാൻസും 2 ഷർട്ടും അലക്കാൻ കൊടുക്കും. അവൻ പറയും, അച്ചു നല്ല തിരക്കായി, ഇന്ന് ഞായർ, വെള്ളിയാഴ്ച തരുള്ളൂ, വെള്ളിയെങ്കിൽ വെള്ളി ഞാൻ കൊടുക്കും. ഈ അലക്കുകാരൻ ഇതും കൊണ്ട് പോകും. അന്ന് ഉച്ച കഴിഞ്ഞ് പുഴുങ്ങി അലക്കി പശമുക്കി ഉണക്കി ടിപ്പ് ടോപ്പായിട്ട് അയൺ ചെയ്യുക. ഞാനിത് അറിയുന്നില്ല. പിന്നെ അവൻ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എൻ്റെ പാൻസും ഷർട്ടും 25 രൂപ വാടകയ്ക്ക് ചില ആൾക്കാർക്ക് ഇടാൻ കൊടുക്കുകയും ചിലപ്പം അവൻ തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും. ഓർക്കാപ്പുറത്ത് വഴി വെച്ച് കാണുമ്പോൾ അലക്കുകാരൻ പത്മനാഭൻ എൻ്റെ പാൻസും എൻ്റെ ഷർട്ടും ഇടുന്നു. കേൾക്കുമ്പം ചിരി വരും. പക്ഷേ പത്മനാഭനും നമ്മൾ തമ്മിൽ എന്നാ വ്യത്യാസം. അലക്കാൻ കൊടുത്ത തുണി 4 നാൾ കഴിഞ്ഞ് തിരിച്ചു തരണം, അതുവരെ പിടിക്കാം. നിങ്ങളുടെ മന്നാങ്കണ്ടത്തെ വീട് ഒരു 70 വർഷം പിടിച്ചിട്ട് ഇട്ടിട്ട് പോകണം. ഭാര്യയെ സിമിത്തിലേക്ക് അയക്കും, ഭർത്താവിനെ അയക്കും. നമ്മളൊക്കെ അത്രയേ ഉള്ളൂ ജീവിതത്തിൽ. സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം. അത് വരുമ്പോൾ എന്നാ വന്നാലും ഇറങ്ങും, തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ, പോകും. ദൈവം തൊടുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഉറപ്പ്. തന്നെയുമല്ല, ദൈവം തൊടുമ്പം ജീവിതത്തിലെ ചില അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം വരും. ലോകത്തിൽ കാലാകാലങ്ങളിൽ മനുഷ്യ ചോദ്യമുണ്ടായിരുന്നു. യേശയ്യ പറഞ്ഞു, അശുദ്ധമായ അതരമുള്ള ഞാൻ എങ്ങനെ പ്രവാചകനാകും? മോശ പറഞ്ഞു, വിക്കനായ ഞാൻ എങ്ങനെ വിമോചകനാകും? അബ്രാഹം പറഞ്ഞു, പ്രായം കഴിഞ്ഞ് ഞാൻ എങ്ങനെ അപ്പനാകും? സാറാ പറഞ്ഞു, വന്ധ്യയായ ഞാൻ എങ്ങനെ പ്രസവിക്കും? മറിയം പറഞ്ഞു, പുരുഷൻ തൊടാതെ ഞാൻ എങ്ങനെ അമ്മയാകും? അവർക്കെല്ലാം ദൈവം കൊടുത്ത ഉത്തരം ലൂക്ക 1:32 മുതൽ, മകനെ മകളെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഉറപ്പാണ് ആവശ്യം. ഈ ധ്യാനത്തെ പകൽ നിങ്ങൾക്കുമുണ്ട് ഈ രാത്രി ചോദ്യം, ദൈവമേ, വീട്ടാൻ പറ്റാത്ത ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്, എന്തു ചെയ്യും? മാറാത്ത രോഗമുണ്ട്, തീരാത്ത ദുരിതമുണ്ട്, തോരാത്ത കണ്ണുനീരുണ്ട്, ഒരുപാട് തകർച്ച വന്നു, എവിടെ പരിഹാരം? അങ്ങനെ ചോദിക്കുമ്പോൾ മറിയത്തിനൊരു ഉത്തരം ഈ രാത്രി നിങ്ങൾക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കർണാടകത്തിലെ ബെൽത്തങ്ങാടിയിൽ നിന്നും 65 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞിങ്ങനെ അസീസിയിൽ ധ്യാനിക്കാമെന്ന്. 9 ഏക്കർ സ്ഥലം, ചെളിപ്പാടം പോലുള്ള സ്ഥലമാണ്. 25 ലക്ഷം രൂപ കട. അവിടുത്തെ മുഖവില 3 ലക്ഷം രൂപ ഒരേക്കറിന്. ഇയാൾ കരഞ്ഞു പറഞ്ഞു, ആത്മഹത്യയെ മുമ്പിലുള്ളൂ. കൗൺസിലിംഗ് കൊടുത്ത പ്രായമുള്ള അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോകും. 90 ദിവസം കരുണക്കൊന്ന എലി പറമ്പിന് ചുറ്റും നടക്കുക. ഓരോ ദിവസവും രാവിലെ വൈകിട്ടോ ഒരു റൗണ്ട് എത്തുന്നിടത്തോളം കരുണക്കൊന്തകൾ ചുറ്റി നടക്കുക. ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഉത്തരവില്ലല്ലോ, ദൈവമല്ലേ പരിഹാരം തരിക. ഈ മനുഷ്യൻ പോയി വ്യക്തമായി ചൊല്ലി തുടങ്ങി. 50-ാം ദിവസം യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രി ഒരു ഓർഡർ ഇട്ടു, ഒരു സ്വകാര്യ വൈദ്യുത നിലയം പണിയണം, ചെളിപ്പാടുള്ള മണ്ണ വേണ്ടിയത്. അപ്പം അതിന് ഒരു ട്രസ്റ്റ് പോലെ ആരംഭിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഏക്കറിന് 7 ലക്ഷം രൂപ മുഖവില കിട്ടു. 5 ഏക്കർ സ്ഥലം വിറ്റ് 35 ലക്ഷം രൂപ കിട്ടിയ മനുഷ്യൻ 10 ലക്ഷം ബാക്കി 4 ഏക്കറും വീണ്ടും നന്ദി പറയാൻ വേണ്ടി അത്ഭുതസമയുടെ കല്ലറ വരുന്നത് ഞാൻ കണ്ടു. ബുദ്ധിക്കുത്തരവില്ല, യുക്തിക്കുത്തരവില്ല, ചില കാര്യങ്ങൾ ഇങ്ങനെ. ദൈവം തൊടുമ്പോൾ ഈ ഉറപ്പ് നമുക്ക് കിട്ടും. 2, ദൈവം തൊട്ടപ്പോൾ അമ്മയെ ആനന്ദിച്ചതിൻ്റെ 2ാമത്തെ കാരണം പരസ്നേഹ പ്രവൃത്തിയുടെ ജീവിതം, ജീവകാരുണ്യ പ്രവൃത്തികൾ. ലൂക്ക 1:39 മുതൽ 45 വരെ. ദൈവം തൊട്ടപ്പോൾ മറിയ ഓടി ഇളയമ്മയെ സഹായിക്കാൻ. ദൈവം തൊട്ടപ്പോൾ ഒരു PU തോമസ് ഓടി നവജീവൻ പ്രസ്ഥാനം. ദൈവം തൊട്ടപ്പോൾ ഒരു മനുഷ്യൻ ഓടി ഇവിടെ പടമുഖത്ത് സ്നേഹാലയമായിട്ട്
സ്നേഹഭവനമായിട്ട്. ഒരാളെ ദൈവം തൊടുമ്പോൾ ആ വ്യക്തി ഓടും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ. ദൈവം തൊട്ടവരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ നന്മ ചെയ്യുക. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ പഠിച്ച പാഠം എൻ്റെ അമ്മയിൽ നിന്നും തോവാളയിൽ എന്നും ചൊവ്വാഴ്ച പ്രത്യേക ദിവസം, ബുധനാഴ്ച യോസേപ്പ് പിതാവ്, വ്യാഴാഴ്ച കാവൽ മാലാഖ, വെള്ളിയാഴ്ച ഈശോയുടെ കുരിശ് മരണം, ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം, ഇങ്ങനെ പറഞ്ഞ് എന്നും കുരിശും നൊവേനയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൈറേഞ്ച് ഭാഗത്ത് പെണ്ണുങ്ങൾക്ക് വലിയ സർക്കാർ ശമ്പളം അല്ലല്ലോ. പെൺപിള്ളേരെ കെട്ടിച്ചു വിടണമെങ്കിൽ അമ്മയുടെ കയ്യിൽ ഒരു തരി പൊന്നു വേണം. പഴയ കാലമാണ്. ഇന്ന് പെൺപിള്ളേരെ കെട്ടിച്ചു വിടണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എവിടെയെല്ലാം സ്വർണം വെച്ചാൽ ചെവിയെ തന്നെ 3 എണ്ണം. ഒരെണ്ണം മര്യാദയ്ക്ക്, സെക്കൻഡ് സ്റ്റഡ്, കൊളുത്തിക്കൊണ്ട് ഫോൺ സ്റ്റഡ്. കെട്ടിയവൻ്റെ അടി വരുമ്പം തടയാനായിട്ട് തടവള നമ്മൾ കയ്യിലൊരെണ്ണം. എല്ലാം കഴിച്ച് മിച്ചം വന്ന സാധനം മിഞ്ച് എന്നും പറഞ്ഞ് വിരലൊരെണ്ണം. ഞാനിവിടെ തിരുവനന്തപുരത്ത് ഓൾ സയൻസ് കോളേജിൽ ധ്യാനിപ്പിക്കുക. ഒരു ഡിഗ്രി വിദ്യാർത്ഥിനി പാവാട പരമാവധി ഇറക്കിയിട്ട് ബ്ലൗസ് മാക്സിമം പൊക്കിയിട്ട് പൂക്കളിൻ്റെ ഏരിയയിൽ ഉഴുന്നുവട പോലെ ഒരു കുണുക്ക് ഇട്ടുകൊണ്ട് വരുന്നു. ബാക്കി എല്ലാ ഏരിയയും തീർന്നു. ഇപ്പോൾ ഹൈറേഞ്ചിലെ ഈ പെണ്ണുങ്ങടയിൽ അല്പം പൈസ വേണമെങ്കിൽ നല്ല ആണുങ്ങൾ ഒന്ന് കണ്ണടയ്ക്കും. അപ്പോൾ കുറച്ച് പൈസ ഉണ്ടാകും. ചിലതിൻ്റെ പൈസ അന്തസ്സുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളോട് മേടിക്കില്ല. ചൊള്ള്, ചീര, അരിമുളക്, ചക്കുകുരു, മാങ്ങ, മോര്, പാല്, തൈര്, മുലകുഞ്ഞ്, കോഴിക്കുഞ്ഞ്, ആട്ടിൻകുഞ്ഞ്, പന്നിക്കുഞ്ഞ്, ഒട്ടുപാല്, ചില്ലുപാല്, മൺപാല്, ചിരട്ടപ്പാല്, ഇതിൻ്റെയൊക്കെ പൈസ നീ എടുത്തോടി എന്ന് പറയും. കാരണം ഭാര്യ കളയുകയല്ലോ. പെണ്ണുങ്ങൾ എൻ്റെ അച്ചു അങ്ങനെയൊക്കെ പൈസ ഉണ്ടാകുമ്പോൾ 5ഉം 10ഉം 20ഉം മേശയിലും അലമാരിലും വെക്കും. പക്ഷേ 100, 200, 500 ഞങ്ങൾ ബൈബിളിൻ്റെ അകത്ത് വെക്കും. കാരണം കെട്ടിയവൻ എല്ലാ സ്ഥലവും തപ്പും. തുറക്കാത്തതും എടുക്കാത്തതും ബൈബിൾ മാത്രം. ഇതിനകത്ത് 500, 200, 100ഉം സേഫായിട്ടിരുന്നോളും. ഇപ്പോൾ എൻ്റെ അമ്മയുടെ വരുമാന മാർഗം പന്നിക്കച്ചവടമായിരുന്നു. 970കളുടെയൊക്കെ അവസാനം 6 or 7 കൂട്ടത്തിൽ പന്നികളെ വളർത്തും. അത് വർഷത്തിൽ 30ഓളം കുഞ്ഞുങ്ങൾക്ക് ഇതുങ്ങൾ ജന്മം കൊടുക്കും. അപ്പം അമ്മ അന്നൊരു പന്നിക്കുഞ്ഞിൻ്റെ വില ഹൈറേഞ്ചിൽ 50 രൂപയാണെന്ന് ഓർക്കണം. 77 ഒരു പാവാട തുണിക്കും ബ്ലൗസിനും തയ്ക്കാനും അത്രയും പൈസ മതി. 50 രൂപ മതി. ഒരു നിക്കറും ഷർട്ടും തയ്ക്കാനും തുണി ഉൾപ്പെടെ അത്രയും പൈസയുള്ളൂ അന്ന്. അപ്പോൾ അമ്മ കുഞ്ഞുങ്ങളുടെ ആതിർവാന സ്വീകരണം വരുമ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപ തരും. മഠത്തിലെ സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ, കുർബാനയെ കൊള്ളാൻ പഠിപ്പിക്കുന്ന സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ. നമ്മുടെ വീട്ടിൽ പെൺപിള്ളേരില്ലല്ലോ, മോനിത് കൊടുത്തേക്കാൻ പറയും. ഒരു 5-6 വർഷങ്ങളിലെങ്കിലും കൊണ്ടുപോയി കൊടുത്ത ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. അമ്മ അംബാനിയുടെ മകളല്ല, അദാനിയുടെ പുത്രിയുമല്ല, ഒരു പന്നിക്കച്ചവടക്കാരി മലമൂട്ടിലെ. എങ്കിലും ദൈവാനുഭവത്തിൽ നിന്നും പാവങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ചെറിയ ചിന്ത ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അമ്മ അങ്ങനെ കൊടുത്തപ്പോഴാണ് ഇന്ന് ഇങ്ങനൊരു അച്ഛൻ സഭയിലുണ്ടായത്. സത്യമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ദാനധർമ്മങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമായിട്ട് മാറും. ദൈവം തൊടുമ്പോൾ മറിയ ഓടിയതുപോലെ കൊച്ചു കൊച്ചു നന്മ ആർക്കേലും ചെയ്യണം, ആർക്കേലും ചെയ്യണം. അവിടെ നമ്മൾ ആനന്ദിക്കും. 3, അമ്മ ആനന്ദിച്ചതിൻ്റെ 3ാമത്തെ കാരണം പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. മാതാവിന് പരാതിയില്ല, പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. ഒരു പരാതിയും മാതാവിൻ്റെ ജീവിതത്തിലില്ല. പ്രസവിക്കാൻ കിട്ടിയ പശുക്കൂട മറിയം പറഞ്ഞു, ഈ പശുക്കൂട്, ഈ വൈക്കോല്, ഈ പുല്ല്, ഈ ചാണകം, ഈ ഗോമൂത്രം മതി, ഇതും മതി, കൂടുതലൊന്നും വേണ്ട. ആനന്ദിക്കണോ? നിങ്ങളും അങ്ങനെ പറയണം, ഇതു മതി, ഈ കെട്ടിയോ മതി, ഈ ഭാര്യ മതി, ഈ മക്കൾ മതി, ഈ വീട് മതി, ഈ ഭക്ഷണം മതി പറയാൻ പഠിക്കണം. നമുക്കെന്ത് പരാതിയാണ്? കെട്ടിയവൻ കാലൻ, ഭാര്യ പിശാച്, മക്കള് ശവങ്ങൾ, എന്തെല്ലാമാ. ഒരോട് ചോദിച്ചു, ഞങ്ങളുടെ ഭാര്യയ്ക്ക് എന്നാ പണി? ഒരു പണിയില്ല ചാ, ചുമ്മാ ഹൗസ് വൈഫ്. നിനക്കെന്നാ പണി? ഞാൻ വൈഫ് ഹൗസിലാണ്. എന്തെല്ലാം ടൈപ്പ് ആൾക്കാരുണ്ട്. ഈ പരാതി തന്നെ പരാതി. ഒരു ഭർത്താവ് ഭാര്യയെ വിളിച്ചു പിശാച്, ഭാര്യ വിളിച്ചു കാലൻ, മക്കളെ വിളിച്ചു ശവങ്ങൾ. ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയെ? ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചോ കരി വളർത്തുന്നു, ചോറ് വാർക്കുന്നു, തുണി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പിള്ളേരെ വിളിച്ചും ശവങ്ങൾ. അയൽവക്കത്തെ പിള്ളേർ മിടുക്കർ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8, രണ്ടാമത്തെ ശവം 7,
3:5 ഈ ഭർത്താവും ഭാര്യയും കൂടി അയൽവകത്തെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് തലതൊട്ടപ്പനും തലതൊട്ടമേ അടിച്ചു. പ്രാരംഭ പ്രാർത്ഥന അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും വേണ്ടിയില്ല. അച്ഛൻ ചോദിച്ചു, ചെവി കേൾക്കുകയല്ലേ, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാൾ പറഞ്ഞ അച്ഛാ 20 വർഷമായില്ലേ, സ്വീകരിച്ചു പോയില്ലേ, എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? വിളിച്ച് പഠിച്ചു പോയ പദപ്രയോഗങ്ങൾ. ഇതും മതിയെന്ന് പഠിപ്പിച്ച കാലമാണ് കൊറോണ വൈറസ്. ഇതും മതി, ഈ നൈറ്റ് മതി, ഈ കൊലുസ് മതി, ഈ ചെരുപ്പ് മതി, ഈ വസ്ത്രം മതി, ഈ ഭർത്താവ് മതി, ഈ ഭാര്യ മതി, ഈ തുണി മതി, ഈ മുറി മതി. ഒന്നിനും പരാതി പറയുന്നവർ COVID-19 കാലഘട്ടത്തിൽ പറഞ്ഞു ചക്കയുടെ ചകിണി കൊണ്ടാണെങ്കിലും മിക്സർ ഉണ്ടാക്കാൻ പറ്റും. എന്തെല്ലാം പഠിച്ചു. ചൊറിയോട് ഞാൻ അല്ല തേങ്ങാപ്പരി ഇട്ടാൽ തോരനാക്കാൻ പറ്റും. നമ്മളാകെപ്പാടെ മാറിപ്പോയി. ഞാൻ വരുന്ന ഉഴവൂരിൽ നിന്നാണ്. 45 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ ആശ്രമത്തിനടുത്തുണ്ട്. അവിടെ ജന്മസ്വപ്നമായിരുന്നു മൂക്കുത്തി. ഒരു മൂക്കുത്തി 1/2 ഗ്രാം സ്വർണം കൊണ്ട് മൂക്ക് തുളച്ച് ഒരു മൂക്കുത്തി ഇടണം. എരുമപ്പാൽ വിറ്റിയിട്ട കാശ് കൊണ്ട് 1/2 ഗ്രാം സ്വർണം കൊണ്ട് ഒരു മൂക്കുത്തി ഉണ്ടാക്കി. ഫെബ്രുവരി 14 കെട്ടിവനെ കൊണ്ട് വാലന്റൈൻസ് ഡേയിൽ അത് മൂക്കിൽ ഫിറ്റ് ചെയ്യിച്ചു. പിന്നെ ആ സ്ത്രീ മൂക്കുത്തി മൂക്ക് കാട്ടിക്കൊണ്ട് ഒഴുവുട്ടമണിലൂടെ കിഴക്ക് വഴിയാൽ നടക്കാൻ തുടങ്ങി. ഒരു 15 ദിവസം ഇങ്ങനെ നടന്നു. 15-ാം ദിവസം അന്ന് സർക്കാരിൻ്റെ ഓർഡർ, കൊറോണ വൈറസ് മാസ്ക് വെച്ച് മൂക്ക് മറയ്ക്കുക. ഈ സ്ത്രീ പറഞ്ഞു, ആരെ കാണിക്കാനാ ഈ കുന്ത്രാണ്ടം കുത്തി കയറ്റിയത്? നമ്മൾ പരാതി പറയുമ്പം ഇത് മതി ഇത് മതി ദൈവം പഠിപ്പിച്ചു. നമുക്കൊന്ന് പരാതിയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരാതിയുണ്ട്. ആണുങ്ങൾക്ക് കൂടുതൽ. ഭാര്യ എന്നാ ഉണ്ടാക്കി വെച്ചാലും പരാതി പറയും. ഒരു കുറ്റവും പറയാൻ ഊണ് കഴിഞ്ഞ് പഴമെങ്കിലും എടുത്തിട്ട് ഛേ ഈ പഴം എന്നാ വളഞ്ഞിരിക്കുന്നത്, നേരെ ഇരുന്നാൽ പോരായിരുന്നു. പെണ്ണുങ്ങളോട് കൂടിയിട്ടേ ഇപ്പം. ഭർത്താവ് വിവാഹ വാർഷികത്തിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എറണാകുളം ജയലക്ഷ്മി പോയി സാരി എടുക്കാൻ വേണ്ടി. 2 മണിക്കൂർ തിരിച്ചിട്ടും മറിച്ചിട്ട് നോക്കിയിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ട സാരിയില്ല. കിട്ടിയെന്ന് ചോദിച്ചു, എന്നാ തപ്പാടി, മണിക്കൂർ 2 കഴിഞ്ഞല്ലോ. മിണ്ടാതിരി മനുഷ്യ, ഞാനും നോക്കട്ടെ. എന്നാടി നോക്കുന്നത്? നല്ല ചുമന്ന പച്ചസാരി കൊണ്ട് നോക്കുവാണ്, അത് കിട്ടിയാലേ പോകത്തുള്ളൂ. നമുക്കറിയാം പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല ഡ്രസ്സ് സാരിയാണ്. ഏറ്റവും നല്ല ഡ്രസ്സ് സാരിയാണെന്ന് ലോകത്തെ പഠിപ്പിച്ചതും ഇന്ത്യൻ പെണ്ണുങ്ങളാണ്. ഒറ്റപ്പാട്ട് സാരി ജഹാംസേ അച്ഛ നമ്മളാ പറഞ്ഞത്. ചെരുപ്പ് കടയിൽ ചെന്ന് എല്ലാ ചെരുപ്പും തിരിച്ചിട്ടും മറിച്ചിട്ട് നോക്കി ഇഷ്ടപ്പെട്ട ചെരുപ്പില്ല. അവസാനം സെയിൽസ്മാനോട് ഇടോ വേറെ വല്ല നല്ലതൊരു ചെരുപ്പുള്ളൂ. അവന് പെങ്ങളെ കാണിക്കാൻ നോക്കി കാണിച്ചു. ഇനി 2 എണ്ണേ ഉള്ളൂ, മേടിക്കും തോന്നുന്നില്ല, എൻ്റെ കാലേ കിടക്കുന്നതാണ്, ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു. പരാതി. അമ്മയെ ആനന്ദിച്ചു പരാതി പറയാത്ത അമ്മ. 1 ദൈവം തൊട്ടവൾ, 2 ജീവകാരുണ്യ പ്രവൃത്തികൾ, 3 പരാതി പറയാതെ പരിശുദ്ധി അമ്മ. 4 അമ്മയെ ആനന്ദിച്ചതിൻ്റെ 4ാമത്തെ കാരണം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. സമ്പൂർണ്ണ സമർപ്പണം. ഇതാ കർത്താവിന് ദാസി സമർപ്പിച്ചു. യേശയ്യ 64:8 ഞാൻ കളിമണി നീ കുശവൻ, ഇഷ്ടം പോലെ മെനഞ്ഞെടുക്കുക, വാർത്തെടുക്കുക. ഞാൻ വെള്ളക്കടലാസ്, ഇഷ്ടമുള്ളത് എഴുതിക്കൂ. സമ്പൂർണ്ണ സമർപ്പണം. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. ഒരു ഭാര്യയ്ക്ക് മേജർ ഓപ്പറേഷൻ വന്നാൽ അപ്പനും ആങ്ങളെയല്ല, സമർപ്പണം സ്വീകരിച്ച കെട്ടിയവൻ ഒപ്പിട്ട് കൊടുക്കണം. ഒരു ഭർത്താവിന് മേജർ ഓപ്പറേഷൻ വന്നാൽ സമർപ്പണം സ്വീകരിച്ച ഭാര്യ ഒപ്പിട്ട് കൊടുക്കണം. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് സമർപ്പണ സമയത്ത് ടെൻഷൻ. ഞാൻ അച്ഛനായി അധികം താമസിയാതെ കെട്ടിച്ചത്. അപ്പൻ്റെ പെങ്ങളുടെ മകൻ്റെ മകൻ ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ. പഞ്ചാബിൽ സിഖ് ഭീകരന്മാരെ തോക്കും കൊണ്ട് നിർത്തി കലകലാവർപ്പിച്ചവൻ. 6 അടി പൊക്കം, ആജാനുബാഹു, കപ്പടാമീശ, ഒത്തവണ്ണം മുഴുത മനുഷ്യൻ. അവൻ കെട്ടിയത് ഡൽഹി പോലീസിലെ 5 അടി പൊക്കമുള്ള വനിതാ സർക്കിളിനെ. അതോ ലോകത്തെ ലാത്തി ചുഴറ്റി വീശിയടിച്ച് നടന്നവൾ. എറണാകുളത്തൊരു വലിയ പള്ളിയിൽ ഇവൻ ഇവളെ കെട്ടുമ്പോൾ ഞാൻ നോക്കി. ഭീകരന്മാരെ കലുകലാവർപ്പിച്ചവൻ ഇവളുടെ പുറകിൽ നിന്ന് കാറ്റത്ത് കരികല പോലെ കലുകലാവർപ്പിക്കുന്നു. മൂക്ക് ചുമക്കുന്നു, ചൊടി വരളുന്നു, നക്കുന്നു, നനയ്ക്കുന്നു, ഞൊട്ടുന്നു, ഞൊണയുന്നു. വെപ്രാളം കോപ്പറായം. ശ്രദ്ധിച്ച് നോക്കുമ്പോഴുണ്ട് കൈ വിറച്ച് ഇവിടെ കൊണ്ടുവന്ന് ചരട് കെട്ടി വെച്ചു. എനിക്ക് സഹതാപം തോന്നി, പറയാൻ തോന്നി. പേടിത്തുണ്ട, ഇത്രയും ധൈര്യമില്ല, നീ മാറി നിൽക്കടാ, ഞാൻ കെട്ടിത്തരാം. പറയാൻ പറ്റുമോ? ഇവളാണെങ്കിൽ അതോ ലോകത്തെ ലാത്തി ചുഴറ്റി വീശി നടന്നവളാ.
ലാത്തിയുടെ 4 പതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു മോതിരം ഇവൻ്റെ വെല്ലെ തിരികെ കയറ്റുമ്പം ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പടി ആടുന്ന പോലെ ഇവിടെ കൈ കിടന്ന് വിറയ്ക്കുക. എന്തിനാണ് ഈ വിറയ്ക്കുന്നത്? ധൈര്യമായിട്ട് തിരികെ കയറ്റിയ മോതിരമെന്നും പറഞ്ഞ് അച്ഛന് കയറി ചെല്ലാൻ പറ്റുമോ? വെപ്രാളത്തിനും വേവലാതിക്കടി അവിടെ കയ്യങ്കാനും തെന്നി മാറി മോതിരം എൻ്റെ വിരലെ കുത്തിക്കയറ്റിയാൽ പ്രശ്നം അതിനേക്കാൾ ഗുരുതരം. ഇപ്പം സമർപ്പണം ടെൻഷനാ. ഇപ്പം മറിയം സമർപ്പിച്ചു. ഇനി അവനറിയാതെ ഒരു മുടിനാര് പോലും കിഴക്ക് കല കൊഴിയേല. ഈ ഉറപ്പായിരുന്നു മറിയത്തിൻ്റെ ഉറപ്പ്, മാതാവിൻ്റെ ഉറപ്പ്, സമ്പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പണം നടത്തിയത് വേദനയുടെ നടുവില്ല, എല്ലാം ഓക്കെ ആയപ്പോഴല്ല. ഈജിപ്തിലേക്ക് ഒളിച്ചോട്ടം, നസത്തിലേക്ക് തിരിച്ചോട്ടം. പൈതലായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ ജ്ഞാനവൃത്തനായ ശിമയോൻ പീഴയറിഞ്ഞ കൺപോളുകളുമായി യേശുവിനെ കയ്യിലെടുത്ത് ഒരു താരാട്ട് പാടി. ബൈബിളിൽ ആദ്യമായിട്ട് താരാട്ട് പാടിയത് ശിമയോൻ എന്ന പുണ്യാത്മാവ. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. എന്താ താരാട്ട്? ഒരു ലല്ലവി പല്ലവി ഈരടി വെറുതെ പാടുകയല്ല. കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് അമ്മ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി കൊച്ചിനെ കുറിച്ച് ദൈവത്തോട് ചോദ്യം ചോദിക്കുക. രാരാരോ രാരിരാരോ, എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരസനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, സദ്ദാമിൻ്റെ സന്തതിയാണോ, അതോ ഹമാസിൻ്റെ വർഗമാണോ? ഇതാരാരോ? ഇതാരിരാരോ? ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ, ഊർജതന്ത്രക്കാരി സരിതാ നായരാണോ, നയതന്ത്രക്കാരി സ്വപ്നയാണോ? ഇതാരിരാരോ? ഒരു പിടിയുമില്ല. ദൈവമാക്കി തീർക്കുക. അപ്പോൾ ദൈവകരങ്ങളിൽ കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്. അപ്പോഴാണ് ശിമയോൻ പറഞ്ഞു, ഈ ശിശു മൂലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. എന്താണ് ആ വാൾ? 33 വർഷം മറിയം നെഞ്ചിൽ വഹിച്ച വാൾ. അമ്മയായി ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ്റെ ദാരുണമായ മരണം കാണേണ്ടി വരും. ആ മുന്നറിയിപ്പാണ് മറിയം നെഞ്ചിൽ വഹിച്ച വാൾ. 5 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് കൈനോട്ടക്കാരൻ അമ്മയോട് പറയുക, ഈശ്വര, ചന്തമുള്ള കുഞ്ഞ്, മൊഞ്ചമുള്ള ചൂണ്ട്, 7 വയസ്സ് വരെ ആയുസ്സുള്ളല്ലോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ 7-ാം വയസ്സ് വരെ അമ്മയുടെ നെഞ്ചിൽ ഒരു വാൾ. ആ വാൾ മറിയം നെഞ്ചിൽ വഹിച്ചു. ഇടവകയിലെ യുവജനങ്ങളുടെ ബൈബിൾ വായനയുടെ മത്സരം തുറക്കുമ്പോൾ കിട്ടുന്ന വായിക്കണം. 20 വയസ്സുള്ള യുവാവ് തുറന്നപ്പം കിട്ടിയത് ശിമയോൻ പറഞ്ഞ വാക്കാ, ഹൃദയത്തിലുള്ള വാൾ കടന്നു പോകും. അവൻ നോക്കുമ്പം ബി ടീമിൽ പേട്ട 20 വയസ്സുള്ള അവൻ പ്രേമിക്കുന്ന സുന്ദരി പെണ്ണ് പള്ളിയിലോട്ട് കയറി വരുന്നു. അവൻ ബൈബിളെ നോക്കി, അവളെ നോക്കി, ഒന്നുകൂടെ നോക്കി, വീണ്ടും നോക്കി. പിന്നെ ഞാൻ വായിച്ചത് ഇങ്ങനെ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും, ഒരു വാൾ കടന്നു പോകും. ഇത് മക്കളെ പ്രസവിക്കുന്ന അമ്മമാർക്കുള്ള സൂചനയാണ്. അപ്പനേക്കാൾ കൂടുതൽ മക്കളെക്കുറിച്ച് നെഞ്ചിൽ വാൾ വഹിക്കുന്നത് അമ്മയാണ്. 5 പഠിക്കുന്ന കൊച്ച് വൈകിട്ട് 4:30 സ്കൂളിൽ നിന്ന് വന്നില്ലെങ്കിൽ അമ്മയുടെ നെഞ്ചിൽ വാൾ. എൻ്റെ കൊച്ചു വന്നില്ല, പിള്ളേരെ പിടുത്തക്കാർ പിടിച്ചുകൊണ്ട് പോയോ ഇല്ലയോ? അപ്പം പറയും, ധൈര്യമായിട്ട് ഇടി, ഇങ്ങോട്ട് തന്നെ പോരും. യുവത്വത്തിൽ എൻ്റെ മോൾ വഴി പഴിച്ചു പോവുമോ? അമ്മയുടെ നെഞ്ചിൽ ആ വാൾ. അപ്പം പറയും, അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുമോടി? പെണ്ണിൻ്റെ വയസ്സ് 29, കല്യാണം നടന്നില്ല, അമ്മയുടെ നെഞ്ചിൽ വാൾ, എൻ്റെ പെണ്ണിൻ്റെ കല്യാണം നടക്കാതെ പോവോ? അപ്പം പറഞ്ഞു, പെണ്ണായി പെണ്ണ ആണുള്ളടി, ധൈര്യമായിട്ടിരിക്കുക. കെട്ടിച്ചു വിട്ട് 4 വർഷമായി ഗർഭിണിയായില്ല, അമ്മയുടെ നെഞ്ചിൽ വാൾ, എൻ്റെ കൊച്ചിന് പിള്ളേരില്ലാതെ പോവോ? അമ്മ എപ്പോഴും സ്വന്തം മക്കളെക്കുറിച്ച് നെഞ്ചിൽ വാൾ വഹിക്കുമ്പോൾ അപ്പനും കുടിച്ചിട്ട് വാളും വെച്ചുകൊണ്ട് നടക്കും. ഇതാണ് വ്യത്യാസം. അപ്പം ജ്ഞാനവൃത്തനായ ശിമയോന്റെ പ്രവചനം. അമ്മ ഏറ്റവും വേദനിച്ചു, വേദനയുടെ നടുവിലും സമർപ്പിച്ചു. അമ്മയുടെ ഏറ്റവും വലിയ വേദന ആർക്കും അമ്മയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മുടെയും വേദന അതല്ലേ? തെറ്റുപറ്റിയ ഭാര്യ ഭർത്താവിനോട് മാപ്പി ചോദിക്കുമ്പോൾ ഭർത്താവ് കുത്തുവാക്ക് പറഞ്ഞാൽ അത് നൊമ്പരം, ഭാര്യ കുത്തുവാക്ക് പറഞ്ഞാൽ അത് നൊമ്പരം. നമ്മുടെ ഏറ്റവും വലിയ നൊമ്പരമാണ്. ഞാൻ എൻ്റെ ആശ്രമത്തിൽ 2 വർഷം മുമ്പ് നാട്ടിലെ ഏറ്റവും വലിയ പുൽക്കൂടുണ്ടാക്കി. 20 യുവാക്കന്മാർ എന്നെ സഹായിക്കാൻ വന്നു. കൂട്ടുകാരൻ ജർമ്മനിയിൽ നിന്നും കോംപ്ലാൻ ബോയ് പോലെ ഒരു ഉണ്ണീശോയെ എത്തിച്ചത്. മുട്ടൻ എഫ്സേപ്പ്, മുഴുത്ത മറിയം, കൊഴുത്ത ഉണ്ണി, ഒട്ടക ആട്, മയിലേ കുയിലെ ആട്, ഇടയൻ, ജ്ഞാനികൾ, ഹെരോദസ്, ഗബ്രിയേൽ, എല്ലാം റെഡി. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും ഒരു ഹൃദയത്തിൽ ഉണ്ണി പറക്കണം, ഹൃദയം ഉണ്ടാക്കിയിട്ട് ഒക്കുന്നില്ല. അപ്പം മുരിക്കാശ്ശേരിയിൽ ഞാൻ എനിക്ക് സംസാരിക്കാൻ വരും, അൽഫോൻസ ആശുപത്രിയിൽ. അവർ തലേ വർഷം പുൽക്കൂടുണ്ടാക്കി ഉണ്ണിയേശു ഒരു ഹൃദയത്തിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, കഴിഞ്ഞ കൊല്ലത്തെ നിങ്ങളുടെ ഹൃദയം അവിടെ തന്നെ ഉണ്ടോ അതോ കളഞ്ഞു? സിസ്റ്റർ പറഞ്ഞാൽ ഹൃദയം കളഞ്ഞില്ല, ഗോഡൗണിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു.
ഞാൻ ഉഴുവരിയിൽ നിന്ന് കാറ് കൊണ്ടുവന്ന് മുരിക്കാശ്ശേരി ആശുപത്രിയിൽ നിന്ന് ഹൃദയം കയറ്റി ഉഴുവരി കൊണ്ടിരുന്നു. വളവ് കട്ടര കുന്നേ കുഴി ചാടി പോയപ്പോൾ ഹൃദയത്തിൻ്റെ അറ്റം ഏങ്കോണിച്ച് കിളിച്ചുണ്ടമാങ്ങ പോലെ ഇങ്ങനെ വളഞ്ഞു പോയി. 24 പകലെല്ലാം ഫിറ്റ് ചെയ്തു. യൗസേപ്പും മറിയത്തെ എഴുതി നടുക്കൊരു നൂൽക്കമ്പി തൂക്കി. ഞാൻ അകത്തിന്ന് ഹൃദയം എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് തെർമക്കോളും പഞ്ഞിയൊക്കെ ചേർത്ത് അല്പം കൂടെ ചായം പൂശി ഹൃദയം തൂക്കിയിട്ടു. രാത്രി ഉണ്ണിയെ കിടത്തിയാൽ മതിയല്ലോ. എനിക്ക് തോന്നി യഥാർത്ഥ ഹൃദയത്തേക്കാൾ ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയ ഹൃദയത്തിന്. നിർവൃതിയോടെ ഞാൻ പോന്നു. ഉച്ച കഴിഞ്ഞ് ആശ്രമത്തിലെ പുൽക്കൂട് വലുതാണെന്ന് കേട്ടോണ്ട് വികാരിയച്ഛൻ പുൽക്കൂട് കാണാൻ വേണ്ടി വന്നു. അച്ഛൻ പുൽക്കൂട് കാണാൻ വേണ്ടി വന്നു. നാരങ്ങാവെള്ളവും കുഴിച്ച് ഓറഞ്ച് പൊടിച്ച് തിന്നുമ്പോൾ അച്ഛൻ ഹൃദയഭേദമായ ചോദ്യം ചോദിച്ചു. എൻ്റെ സകല നാടിഞ്ഞരമ്പുകളും തളർന്നു പോയ ചോദ്യം. അച്ഛൻ ചോദിച്ചു, ജോസഫച്ച, ഈ വർഷം ഉണ്ണീശോ കശുമാങ്ങാടെ അകത്താണോ പിറക്കാൻ പോണത്? എന്ത് കഷ്ടപ്പെട്ട ഹൃദയം ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്തിട്ട് അതുപോലെ മനസ്സിലായില്ലേ, അതൊരു നൊമ്പരം. അതിന് നടുവിലും അമ്മ സമർപ്പിച്ചു സമ്പൂർണ്ണ സമർപ്പണം. എല്ലാ വേദനയുടെയും നടുവിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക, എങ്കിൽ ആനന്ദിക്കും. അവസാനമായി അമ്മയെ ആനന്ദിച്ചതിൻ്റെ 5ാമത്തെ കാരണം, നഷ്ടപ്പെട്ട കർത്താവിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ 12 വയസ്സുള്ള യഹൂദൻ ഗ്രാമത്തിലെ സിനഗോഗിൽ ബൈബിൾ പഠിക്കണം. 12ാം വയസ്സിൽ സിനഗോഗിൽ പഠിച്ച് ശരിയാണെന്ന് പറഞ്ഞേൽപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിൽ ചേരണം. മതനിയമങ്ങൾ പാലിച്ച് യൗസേപ്പും മറിയവും ഈശോയും കൂട്ടിപ്പോയി. 25,000 ഒരേ സമയം പ്രാർത്ഥിക്കുന്ന സ്ഥലം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കും ആരും തപ്പിപ്പിടിക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും തിക്കി പോവും. വൈകുന്നേരം 6 മണിക്ക് ഒരു 4 കവലിലെത്തും. എല്ലാവരും ഉറ്റവരെ ഉടയവരൊക്കെ തപ്പിപ്പിടിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഈശോ ഇല്ല. അന്നത്തെ നിയമം 12 വയസ്സുള്ള യഹൂദ ബാലന, അവൻ അമ്മയുടെ കൂടെ നടക്കാൻ പാടുള്ളൂ, പെണ്ണുങ്ങളുടെ കൂടെ. 13ാം വയസ്സിൽ കയറിയാൽ അപ്പൻ്റെ കൂടെ, ആണുങ്ങളുടെ കൂടെ. കൃത്യം 12-ലാണോ 2 കൂട്ടത്തിലും നടക്കാം. യേശു 12ാം വയസ്സിലാണ്. മറിയം കരുതി യൗസേപ്പിൻ്റെ കൂടെ, യൗസേപ്പ് കരുതി മറിയത്തിൻ്റെ കൂടെ. 2 കൂട്ടത്തിലും ഇല്ല. ഇന്നാണ് വഴക്കിന് വകുപ്പ്, ഒരു വഴക്കുമില്ല. അന്ന് വിശ്രമിച്ചു. നിയമമുണ്ട്, രാവിലെ 6-ന് നടന്നാൽ വൈകിട്ട് 6-ന് നിർത്തണം. 2ാം ദിവസം 6-ന് നടന്നു, 6-ന് നിർത്തി. ഇപ്പോൾ ദേവാലയം പൂട്ടിപ്പോയി. 3-ാം ദിവസം ദേവാലയം തുറന്നപ്പോൾ ഈശോയെ കണ്ടുപിടിച്ചു. 3-ാം ദിവസം. ഇന്നാണ് വഴക്കിന് വകുപ്പ്. മറിയം പറയും, തനിക്ക് എന്നെ ഇളക്കമായിരുന്നു, മോനെ കൊണ്ടുപോകാൻ തപ്പിപ്പിടിച്ചുകൊണ്ട് പാടും. യൗസേപ്പ് പറയും, നീ അല്ലേ പെറ്റത്, പെറ്റവളാ പോറ്റേണ്ടത്. ഇന്നുണ്ട് മക്കൾ നല്ലതാണോ? അപ്പോൾ പറയും, എൻ്റെ വകുപ്പ, അതിൻ്റെ വകുട്ട. മോശം വന്നല്ലോ, നീയാ പെറ്റത്, അതിൻ്റെ കുഴപ്പമാണ്. ഇതൊന്നുമില്ല. നന്മയും തിന്മയുണ്ടോ ഒരുമിച്ചെടുക്കും. വഴക്കില്ല. ഒരു വഴക്കുണ്ടാക്കി നീയുടെ മനോരമ ദീപിക മംഗളം മാതൃഭൂമിയിൽ വാർത്തുന്നു. എവിടെ വെച്ചായിരുന്നു ഇവരുടെ വഴക്ക്? കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു. യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വഴക്ക്. പത്രത്തിൽ വലിയ വാർത്ത, സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. ഇതാണ് വാർത്ത. ഇത് വണ്ടിക്കാട് വകുപ്പാണ്. ഇവർ തമ്മിൽ ഒരു വഴക്കുമില്ല. വണ്ടിയുടെ പേരെങ്ങനെയല്ലേ? ഈയിടെ ചങ്ങനാശ്ശേരിയോട് പോകുമ്പം അനൗൺസ്മെൻറ്റ് കേട്ടു, ദയവ് ചെയ്ത് അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ്റ് തോമസ് മാറിക്കിടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈകിട്ട് 4:30 തൊടുപുഴ ചെന്നാൽ കാണാം ഒരറിയിപ്പ്, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. ഓരോ വണ്ടിയുടെ പേരാ. ഏറ്റവും രസമുള്ള വണ്ടി പാലായില്ല. വൈകുന്നേരം 4:30 പാലായിൽ നിന്നും ജീവൻ ട്രാവൽസ്. അത് പോകുന്നത് മരങ്ങാട്ടുപള്ളി, കുറവലങ്ങാട്, കുറുപ്പന്തറ വഴി പഴയ കല്ലറയ്ക്ക് പോകുന്ന ബസ്സാണ്. 4:30 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ജീവൻ പോവുകയാണ്. കല്ലറിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. മാതാവ് ഏറ്റവും വേദനിച്ചത് ഈശോയെ കാണാതെ പോയ 3 ദിവസം, ആനന്ദിച്ചത് കണ്ടു കിട്ടിയ 3-ാം ദിവസം. പ്രിയപ്പെട്ടവരെ, നോമ്പിൽ ഓർത്തോണം, ഈശോയ്ക്ക് ഒരു പണിയുണ്ട്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പോയി ഒളിച്ചിരിക്കും. പേടിക്കരുത്, അവന് 3-ാം പൊക്കം വരും. ഈശോയ്ക്ക് അറിയാം ഏക കളി സാറ്റ് കളിയാണ്. ഒളിച്ചേ കണ്ടേ. 12-ാം വയസ്സിൽ 3 നാൾ കണ്ടില്ല, 3-ാം നാളിൽ കണ്ടു. നോമ്പിൻ്റെ അവസാനം അവനെ 3 ദിവസം കാണിയല്ല, 3-ാം ദിവസം കാണും. ദുഃഖവെള്ളി ദുഃഖശനി അവനെ കണ്ടില്ല, ഉയർപ്പിൽ അവനെ കണ്ടു. നമ്മളും കാണും. മറഞ്ഞിരിക്കുന്ന ദൈവം വരും. ഈ ധ്യാനത്തിൽ ഒരു കാര്യം ഓർക്കുക, ക്രിസ്തു നഷ്ടപ്പെട്ട വീടാണോ എൻ്റെ വീട്? യേശു നഷ്ടപ്പെട്ട വീടാണോ എൻ്റെ വീട്? കൊന്തയില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, കുർബാനയില്ല, കുമ്പസാരമില്ല, ബൈബിൾ വായനയില്ല, ആത്മീയ അനുഷ്ഠാനം ഒന്നുമില്ല. ക്രിസ്തു ഇറങ്ങിപ്പോയ വീട്. ഈ വാർഷിക ധ്യാനം വിളിക്കുന്നു,
നിർത്തിയ കൊന്ത ആരംഭിക്കണം, കുമ്പസാരം ആരംഭിക്കണം, ബൈബിൾ വായന ആരംഭിക്കണം, കുർബാനയ്ക്ക് പോകണം. അല്പം കൂടെ സജീവത്വം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ശരിക്കും ഈശോയിലേക്ക് അടുപ്പിക്കണം. കൊറോണയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളൊക്കെ പള്ളി വരാൻ മടിക്കുന്ന കാലമാണ്. അടുപ്പിക്കണം. ഒരു അമ്മ 3-ാം വയസ്സിൽ മോനെ പള്ളി കൊണ്ടുവന്നതാണ്. പിന്നെ 5-ാം വയസ്സിലാണ് കൊണ്ടുവന്നത്. കുഞ്ഞിന് പള്ളി അപരിചിതം. പള്ളിയുടെ വാതിൽ വന്ന കൊച്ച് അമ്മയെ മുട്ടി നിന്ന് മധുബകയെ നോക്കിയിട്ട് പറയാം, അമ്മേ ബാഹുബലി, അമ്മേ ബാഹുബലി. കാരണം കൊറോണ കാലത്ത് അവൻ കണ്ടുപഠിച്ച സിനിമ ബാഹുബലിയാണ്. പള്ളി വന്നപ്പോൾ അൾത്താരയുടെ ഭാഗത്ത് കുതിരപ്പുറത്ത് ഗീവർഗീസ് പുണ്യാളൻ ഇരിക്കുന്നു. കൊച്ചിന് മനസ്സിലായില്ല, അമ്മേ ബാഹുബലിയും. അപ്പോൾ ദൈവത്തെ പരിചയപ്പെടുത്തണം, പള്ളിയെ പരിചയപ്പെടുത്തണം, പള്ളിയോട് ചേർത്ത് നിർത്തണം. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ആകാൻ നമുക്ക് കഴിയട്ടെ.